وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. صدق الله العلي. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഈ സദസ്സിൽ ഞങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധ ജന്നാത്തുൻ നഈമിലും ഒരുമിച്ച് കൂടാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ഏറ്റവും നല്ല ഈ പ്രവർത്തനത്തിന്റെ ബറക്കത്ത് കൊണ്ട് സംഭവിച്ച എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാവട്ടെ. ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ, വിദേശത്തുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെ ജീവിതത്തിനും അല്ലാഹു ഖൈറ് നൽകുമാറാവട്ടെ. പരിപൂർണ ഹിദായത്തിലായി ജീവിക്കുവാനും പരിപൂർണ ഈമാനിലായി മരിക്കുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ഖലമിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളുള്ള ഭാഗമാണ്. പ്രത്യേകിച്ച് പല ആളുകൾക്കും സംശയമുള്ള കാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള കണ്ണേറ്, അതല്ലെങ്കിൽ കരിങ്കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. ആ വിഷയത്തിന് വളരെയധികം അടിസ്ഥാനമുണ്ട് എന്ന് അറിയിക്കുന്ന ആയത്താണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ തിരുദൂതർ, അതുപോലെ സ്വഹാബത്ത്, അവരൊക്കെ ഈ വിഷയത്തെ ഏതൊരു രൂപത്തിൽ കണ്ടു എന്നത് ഈ സൂറത്തിന്റെ അവസാനത്തെ ചില ആയത്തുകളുടെ വിശദീകരണത്തിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്കൊന്ന് വിശദീകരിക്കാം. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വലിയ സാന്ത്വനം നൽകുന്ന ഒരു ഭാഗമാണ്. പരിശുദ്ധ ദീനിനെതിരെ, അതുപോലെ സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് എല്ലാവിധത്തിലും സൗകര്യങ്ങൾ, ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ വരും. അവർ സത്യത്തിനെതിരായിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇത്ര സൗകര്യം എന്ന് തോന്നിപ്പോകും. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, ശരിയായ വിശ്വാസമില്ലാത്തവർ ഇനി വിശ്വാസികളാണെന്ന് അവകാശപ്പെട്ട് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കുകയും അള്ളാഹു വർജിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം.
പക്ഷെ പ്രത്യക്ഷത്തിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാ നിലക്കും അവർക്ക് സൗഖ്യമാണ്. ഇത് കാണുമ്പോൾ ഒരു പക്ഷേ പല ആളുകൾക്കും തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിലക്കുകൾ ഒരാൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ, അള്ളാഹു താല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. നമുക്ക് തോന്നിപ്പോകും ഇതൊന്നും അള്ളാഹു കാണുന്നില്ലേ. ഇതിന് ഇസ്തിദ്രാജ് എന്ന് പറയും. അതായത് അവനിങ്ങനെ പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് ഇനി ചിലപ്പോൾ പെട്ടെന്ന് ഒരു പിടുത്തം അവനിക്കുണ്ടാവും. എന്നിട്ട് അള്ളാഹു താല കണക്കിന് അവർക്ക് കൊടുക്കും. ഇത് അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ അത്രയൊരു സംവിധാനം. അള്ളാഹു താല പതുക്കെ പതുക്കെ അവരെ പിടിക്കാനുള്ള പരിപാടിയാണ്. ഈ കാര്യം പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഈ വാർത്തയെ വ്യാജമാക്കുന്നവനെയും എന്നെയും വിട്ടേക്കുക. അല്ലാഹു തആല പറയുന്നു. തെളിക്കുന്നിടത്തേക്ക് പോകുന്നില്ല, എന്നാ പിന്നെ പോകുന്നിടത്തേക്ക് തെളിക്കുക എന്ന് ചിലപ്പോൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അല്ലാഹു പറയുന്നു, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്. എന്നെയും ഈ വാർത്തയെ വ്യാജമാക്കുന്നവനെയും വിട്ടേക്കുക. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവർ അറിയാത്ത രൂപത്തിൽ പടിപടിയായി അവരെ നാം പിടിച്ച് ശിക്ഷിക്കുക തന്നെ ചെയ്യും. വഉംലീ ലഹും. നാം അവർക്ക് താമസം ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന കൈദീ മതീൻ. എന്റെ തന്ത്രം, അതായത് എന്റെ ശിക്ഷ, അത് വമ്പിച്ചതാകുന്നു, അത് ഗൗരവമുള്ളതാകുന്നു. ഇവിടെ ആദ്യം അള്ളാഹു പറയുന്ന, നബിയെ താങ്കൾ എന്റെ കാര്യം വിട, ഈ വാർത്തയെ വ്യാജമാക്കുന്നവന്റെ കാര്യവും വിട്ടോളൂ. അവിടെ ആ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. വാർത്തകൾ അറിയാൻ പല വഴികളുണ്ട്, പത്രങ്ങളൊക്കെ അതിനുള്ളതാണ്. എന്നാൽ സത്യസന്ധമായ വാർത്തയാണ് ഖുർആനിലൂടെ അള്ളാഹു താല പറയുന്നത്. ഒരുപാട് ആയത്തുകളിലൂടെ ആ കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബാ. ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ വാർത്തയെ പറ്റി പറയുന്ന അങ്ങനെയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹു ഏറ്റവും നല്ല വൃത്താന്തത്തെ, വാർത്തയെ ഇറക്കിയിരിക്കുന്നു. ഏതാണ് ഏറ്റവും നല്ല വാർത്ത? കിതാബം മുതശാബിഹം മസാനി. ആവർത്തിച്ച് വരുന്ന അന്യോന്യം സാദൃശ്യമുള്ള വചനങ്ങളടങ്ങിയ ഖുർആനാകുന്നു ആ ഏറ്റവും നല്ല വാർത്ത. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? സാധാരണ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു പത്രമോ വായിക്കുന്നത് പോലല്ല. തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ പേടിക്കുന്നവർ, ഭയപ്പെടുന്നവർ, അവർക്ക് രോമാഞ്ചമണിയും അതിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ. അപ്പൊ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാനുള്ള ആളുകൾക്ക് കൽബൊരു പൊട്ടലുണ്ടാവും, തൊലിയൊന്നും പിടക്കും, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, രോമാഞ്ചമണിയുമെന്ന്. അതെങ്ങാനും വർദ്ധിച്ചു കഴിഞ്ഞാൽ, കാട് കയറിയാൽ എന്ന് നമുക്ക് പറയാം, ഹൃദയാഘാതം സംഭവിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പിന്നെ പറഞ്ഞത്, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്.
പിന്നീട് അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം, അവരുടെ തൊലി അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മയപ്പെട്ടു വരുന്നതാണ്. അതായത് അള്ളാഹുവിലുള്ള ആ ഭയവും അതേ പ്രകാരം തന്നെ ഒരു പ്രതീക്ഷ വേണം, സ്വർഗം കിട്ടുമെന്നുള്ളൊരു ആശ, നഷ്ടപ്പെടോ എന്നുള്ളൊരു ആശങ്കയും, ഖൗഫ് റജാ, ഇതിന്റെ മധ്യത്തിലാകണം ഒരാൾ എന്നാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന പോലെ ഖൗഫും റജാവും ഒരുമിച്ച് കൂടിയാൽ ഈമാൻ ജന്മമെടുക്കും. അങ്ങനെയാണ് തസവുഫിന്റെ പണ്ഡിതന്മാര് പറയുന്നത്. ഓവറായി പേടിച്ചാൽ ചിലപ്പോ ഭ്രാന്തായി മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആള് തന്നെ നാശം സംഭവിക്കും, നഷ്ടം സംഭവിക്കും, ആളും മരിക്കും, താങ്ങാൻ കഴിയാതെ. എന്നാൽ സ്വർഗത്തെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ കൂടി അതിലേക്ക് വരുമ്പോൾ ഒരു ആശ്വാസമാണ്. ആശ്വാസം കൂടാൻ പാടില്ല, അപ്പോഴും പിടുത്തം വിടും. രണ്ടിന്റെയും ഇടയിലാകണം, മധ്യത്തിലാകണം. എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനാകുന്ന വാർത്ത അപ്പൊ നമുക്കിതൊരു തൗഫീഖാണ്. കാരണം നമുക്ക് ഹിദായത്തുള്ളത് കൊണ്ടാണ് ഖുർആന്റെ സദസ്സിൽ നമ്മൾ എത്തിയത്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞെന്താ, ഈ വാർത്തയാകുന്ന വിശുദ്ധ ഖുർആൻ അത് മാർഗദർശനം നൽകുന്നതാണ്, അത് വഴി കാണിക്കണം. അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു അത്. യഹ്ദീ ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അതിലേക്ക് വഴി കാണിക്കും. അള്ളാഹു ഒരാളെ പഠിപ്പിച്ചാൽ പിന്നെ അവനിക്ക് വഴി കാണിക്കുന്ന ഒരാളുമില്ല, ആര് വിചാരിച്ചാലും നന്നാവൂല എന്ന് അള്ളാഹു തന്നെ പറയുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നു, ഈ വാർത്തയെ വ്യാജമാക്കിയവന്റെയും എന്റെയും കാര്യം വിട്ടേക്ക് നബിയെ, പാട്ടിന് പോകട്ടെ അവര്. എന്നാൽ അവരെ ഒരിക്കലും അറിയാത്ത രൂപത്തിൽ നാം അവരെ പടിപടിയായി പിടിച്ച് ശിക്ഷിക്കുന്നതാണ്. അവര് ഒരിക്കലും അറിയാത്ത രൂപത്തിൽ നാം അവരെ പടിപടിയായിട്ട് ശിക്ഷിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഞാൻ അവനിക്ക് സമയം നീട്ടിക്കൊടുക്കുന്നു. ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്യട്ടെ, പരമാവധി ചെയ്യട്ടെ, സമയം നീട്ടിക്കൊടുക്കുക. ഇന്ന കൈദീ മതീൻ, എന്റെ തന്ത്രം അത് ഉഗ്രമാണ്. കൈത് എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നാണ്. നമ്മൾ തന്ത്രം ആവിഷ്കരിക്കുന്നത് പോലുള്ള തന്ത്രങ്ങളൊന്നും അല്ലാഹ്ക്കില്ല. എന്നാൽ അതായത് അവിടെ ആ കൈത് കൊണ്ടുള്ള ഉദ്ദേശം അവന്റെ അദാബാണ്. അത് ചെറിയ തോതിലൊന്നല്ല, അത് വളരെ ഉഗ്രശേഷിയുള്ളതാണ്, അത് വളരെ വമ്പിച്ചതാണ്, ശക്തിയുള്ളതാണ്, ബീഭത്സമാണ്, ഭീകരമാണെന്ന് അല്ലാഹു തആല ചെറിയ വാക്കുകൊണ്ട് ഒരുപാട് അർത്ഥമുള്ള പ്രയോഗം നടത്തുകയാണ്. അതായത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പടിപടിയായിട്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ അതിന് മഹാന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ? ഒന്ന്, അവനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യും, ബിൽ ഇഹ്സാൻ, മാത്രമല്ല മാത്രമല്ല അവനിക്ക് എന്ത് ചെയ്യും? അവനിക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കും. നല്ല ആരോഗ്യം ഉണ്ടാവും. അള്ളാഹുവിനെ മറന്ന് ജീവിക്കാം, പക്ഷെ അവനിക്ക് നല്ല ആരോഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ വർദ്ധനവ് അള്ളാഹു നൽകും. സഞ്ചരിക്കാൻ നല്ല വാഹനം, വലിയ വീട്, സന്താനങ്ങള്, എല്ലാ നിലക്കും അനുഗ്രഹങ്ങൾ. പുറത്ത് കണ്ട നല്ല ഭംഗിയാണ്. അവനോ അള്ളാഹിനെ ധിക്കരിച്ചു നടക്കും. ആ ഒരവസ്ഥ ഉണ്ടാവുന്നതാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് സ്ഥായിയായ അനുഗ്രഹങ്ങൾ അള്ളാഹു വല്ലാതെ ചെയ്യുന്നുണ്ട്, എന്നാൽ അവനാകട്ടെ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവനെ പറ്റി ഈ ആയത്തിൽ പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന്. എന്നിട്ട് കലം സൂറത്തിന്റെ അവസാന ഭാഗം നബി തങ്ങൾ ഓതി തന്നു. അള്ളാഹുവിനെ ധിക്കരിച്ചാ നടക്കുന്നത്. ജുമുഅക്ക് വരാറില്ല, നിസ്കാരം കൃത്യമായി നിർവഹിക്കാറില്ല, മദ്യപാനം അവന് നടത്തുന്നുണ്ട്, ഇസ്ലാം വിലക്കിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിർബന്ധ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പേരിന് അവൻ ചിലപ്പോൾ ഒരു പക്ഷെ മുസ്ലിം ആകാം, മുസ്ലിം പേരിലാകാം. എന്നാ അവനിക്കോ എല്ലാ നിലക്കും സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരാളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ആയത്ത് ഓർക്കണം. അത് അല്ലാഹു തആല അല്പാൽപമായി ഇങ്ങനെ പിടിക്കുക, സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മത്സ്യത്തിന് ഇര കൊടുക്കുന്ന ഒരു മുക്കുവനെ പോലെ. മീൻ പിടിക്കുന്ന ആള് ഇര കൊടുക്കുന്നത് മത്സ്യത്തിന് തിന്നാൻ, ആ സ്നേഹം കൊണ്ടല്ല, മത്സ്യത്തെ തിന്നാനാണ്. അതിന് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ വലിയാണ്, ഇനി നേരെ ചട്ടിയിലേക്കാണ് വറുക്കാൻ, പൊരിക്കാൻ. പക്ഷെ ഈ ഇത് കാണുമ്പോഴോ മീനിനോട് സ്നേഹമാണ് തോന്നിപ്പോ. മീന് തിന്നാൻ കൊടുക്കാനല്ലത്, മീനിനെ തിന്നാനാണ്, ഭക്ഷിക്കാൻ.
ഇതേ രൂപത്തിൽ സഹോദര സൗകര്യങ്ങൾ അങ്ങനെ ചെയ്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ പിടുത്തണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് അങ്ങനെ കൊടുത്തത്. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ അവർക്ക് നൽകപ്പെട്ടത് കൊണ്ട് അവർ അതിയായി സന്തോഷിച്ചു. ഫഅഖദ്നാഹും ബഗ്ത, പെട്ടെന്നൊരു പിടുത്തം പിടിച്ചു. പെട്ടെന്നൊരു പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നനച്ചിരിക്കാത്ത സമയം ഒരൊറ്റ പിടുത്താണ്. അതൊരു ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ ഹൃദയാഘാതമാകാം, അല്ലെങ്കിൽ ഒന്നായിട്ട് സമൂഹത്തിൽ ഒന്നായിട്ട് ശിക്ഷയാകാം, വ്യക്തിപരമായിട്ട് ഒരാൾക്ക് മാത്രമാകാം, എന്തെങ്കിലും ഒന്ന്. ആ സന്ദർഭത്തിൽ അവൻ ഖേദിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. മുനാഫിഖൂന സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ബാക്കി പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്രായേലികളിൽപ്പെട്ട ഒരാള് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത്രേ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അത്രേ, ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്ക് ശിക്ഷ വരുന്നില്ല? ഈ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന് ഉടനെ തന്നെ അള്ളാഹു തആല വഹി അറിയിച്ചു, നിങ്ങളെ സമുദായത്തിൽ ഇന്നാലിന്നാൾ. അപ്പൊ നമുക്കൊന്നും നേരെ വഹി വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല, അള്ളാഹു നേരിട്ട് പറയുന്ന അവസ്ഥ അല്ല. എന്നാൽ അന്ന് ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പ്രവാചകന്മാർ വന്നതാണ്. 10,000-കണക്കിന് പ്രവാചകന്മാർ. ഇസ്ഹാഖ് നബി വഴി 10,000-കണക്കിന് പ്രവാചകന്മാർ വന്നു ഇസ്രായേലികൾ. ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഉടനെ തന്നെ അല്ലാഹു തആല ആ നാട്ടിലെ പ്രവാചകന്, ആ കാലഘട്ടത്തിലെ പ്രവാചകന് വഹി അറിയിച്ചു, ഇന്നാലിന്നാളുടെ അരികെ ചെന്ന് ഇങ്ങനെ പറയണം. അയാൾ പറഞ്ഞെന്താ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്ക് ശിക്ഷ വരുന്നില്ല? അല്ലാഹു തആല ആ പ്രവാചകൻ അറിയിച്ചത്, ഞാൻ അയാളെങ്ങനെ പടിപടിയായിട്ട് പിടിക്കാം. അതായത് ഈ ആയത്തിൽ പറഞ്ഞ പോലെ തന്നെ അവരവരെ പാട്ടിന് വിട്ടോളൂ, ഞാൻ അവരെ പടിപടിയായിട്ട് പിടിച്ചിട്ട് ലാസ്റ്റ് ഒരു ശിക്ഷ ഉണ്ട്. എന്നിട്ട് അല്ലാഹു തആല ആ പ്രവാചകനോട് പറഞ്ഞു, അയാൾ അറിയിക്കാൻ എന്ത്? അള്ളാഹുവിനെ ഭയന്നിട്ട് ഒരിറ്റ് കണ്ണീര് അയാൾക്ക് വരുന്നില്ല, വറ്റിപ്പോയി കണ്ണീര്. അള്ളാഹിനെ പേടിച്ചിട്ട് അയാൾ കരയുന്നില്ല. അയാൾ അവസ്ഥ അതല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഖൽബ് വല്ലാതെ കടുത്തുപോയി. ഈ രണ്ട് കാര്യങ്ങൾ അയാൾക്ക് മഹാശിക്ഷ വരുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് അയാൾ അറിയിക്കാൻ വേണ്ടി അള്ളാഹു അറിയിച്ചുവെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അള്ളാഹുവിനെ ഭയന്ന് കണ്ണുനീര് വരാത്തത് ഖൽബിന്റെ ആ കടുകട്ടി കൊണ്ടാണ്. കല്ലുപോലെ കടുത്തുപോയി, അതിനേക്കാൾ കടുത്തുപോയി മനസ്സ്. അപ്പൊ അള്ളാഹിന്റെ സന്ദേശം അത് കയറൂല. എല്ലാ കാലത്തും അള്ളാഹു സന്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് റബ്ബിനെ ഭയന്നുകൊണ്ട് കണ്ണീര് വരുന്നൊരവസ്ഥ ഇല്ല, അയാൾക്കില്ല. ആ ഇല്ല എന്നത് തന്നെ അയാൾക്ക് ശിക്ഷ വരാൻ പോകുന്നു എന്നതിന്റെ രേഖയാണ്. ശിക്ഷ എന്താ കാണാത്തതെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് ഇസ്രായേലികളിൽപ്പെട്ട അദ്ദേഹത്തെ അറിയിച്ചു എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അല്ലാഹു തആല ഈ പറയപ്പെട്ട ആയത്തിൽ പറഞ്ഞ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന രൂപത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവോട് വളരെയധികം നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. ദുനിയാവിൽ നമുക്ക് ഐഹിക ജീവിതത്തിൽ വലിയ സുഭിക്ഷത കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമല്ല. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് അത് മഹാദുരന്താണ്. അതുകൊണ്ടാണ് സഹോദര അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ആരാ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10-ൽ ഒരാളാണ് അദ്ദേഹം. സ്വർഗം ഉറപ്പാണ്. അദ്ദേഹം വല്ലാതെ കരയുന്നത്, പള്ളിയിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഒരു സ്വഹാബി ചെന്ന് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ അടുത്ത സുഹൃത്തായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദായി. അദ്ദേഹത്തിന് നബിക്ക് വലിയ താല്പര്യമായിരുന്നു. കാരണം വലിയ സമ്പന്നനായ ഒരു സമ്പന്ന കുടുംബത്തിൽ ജീവിച്ച ആളായിരുന്നു അദ്ദേഹം. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു സമ്പത്തുണ്ടായില്ല, ഒരു തുണി മാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അദ്ദേഹത്തിനെ മർദ്ദിച്ചു, അവസാനം ഭീഷണിപ്പെടുത്തി, ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ടില്ലെങ്കിൽ വാപ്പാന്റെ സ്വത്ത് തരില്ല, വേണ്ടാന്ന് പറഞ്ഞ് നേരെ നബിയുടെ അരികിലേക്ക് വന്നു. നമ്മൾ അവരൊക്കെ എത്ര അകലണ്ട് നീതി. റസൂലിന് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് അദ്ദേഹം സത്യത്തിലേക്ക് വന്നത്. ചെറുചെറുക്കുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കാര്യമായിട്ടൊന്നുമില്ല. നബിന്റെ അടുത്ത് ഉപദേശം കേട്ടിരിക്കുമ്പോൾ ആകെ ഒരു തുണി ആയതുകൊണ്ട് ആ തുണി ഉടുത്താല് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണുന്നതിലുള്ള ലജ്ജ കാരണം അദ്ദേഹം തുണി കൊണ്ട് ഒന്നായിട്ട് ഇങ്ങനെ പുതച്ചിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ വീണുപോയാൽ ഔറത്തൊക്കെ ഒഴിവാകും. അവസാനം ഉഹദിന്റെ പടക്കളത്തിൽ അദ്ദേഹം ഷഹീദായി. അദ്ദേഹം ഷഹീദായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോൾ റസൂൽ കരഞ്ഞുപോയി.
മുസഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചേതനയേറ്റ ആ ശരീരം വെട്ടുകിട്ടി ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ രംഗം കണ്ടപ്പോ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേഗം കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ പറഞ്ഞു. സ്വഹാബത്ത് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആകെ തുണി ശരീരം മൂടൂല. മസ്അല പ്രശ്നം. ചിലർ പറഞ്ഞു തലഭാഗം മറിച്ച് കാലുഭാഗം പുറത്ത് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അല്ല, കാലുഭാഗം മറക്ക തല കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു മധ്യത്തിൽ മറക്കുക, തലയുടെ ഭാഗവും കാലിന്റെ ഭാഗവും അല്പം പുറത്ത് കണ്ടോട്ടെ എന്ന്. അവസാനം നബി തങ്ങൾ പറഞ്ഞു തലഭാഗം ആദ്യം മറച്ചിട്ട് തുടങ്ങി, കാലുഭാഗം പുറത്ത് കാണുന്നത് ഒരു തരം പുല്ല് കാണിച്ചു കൊടുത്തു തുടങ്ങി. ആ പുല്ല് വെട്ടിയെടുത്തിട്ട് അതുകൊണ്ട് മറിച്ചു നോക്കുക. ആരാ മുസഅബ് റളിയല്ലാഹു അൻഹു? ഇത് ആലോചിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാര്യം നല്ല ശ്രദ്ധിച്ചോളൂ. അദ്ദേഹം വലിയ സമ്പന്നനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞെന്താ, ഖദ് ഖശീനാ അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ. നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഈ ജീവിതത്തിൽ തന്നെ നൽകിയിട്ട് നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അദ്ദേഹം പറയുന്നത് നിസ്കരിച്ചതിന്റെയും സകാത്ത് കൊടുത്തതിന്റെയും നോമ്പനുഷ്ഠിച്ചതിന്റെയും നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ ജിഹാദ് ചെയ്തതിന്റെ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് തന്നെ ലഭിക്കുകയാണോ ഈ സമ്പത്തൊക്കെ? അദ്ദേഹത്തിന് കുറെ സമ്പത്തുണ്ട്. അദ്ദേഹം പറയുന്നത് എന്റെ സുഹൃത്ത് മുസ്അബ് വിട പറയുമ്പോ ഒരു കഫം വിടവ പോലുമില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു കഫം വിടവ പോലും ഇല്ല. എനിക്കോ എത്ര കഫം വിടവൊക്കെയുള്ള വകുപ്പുണ്ട് ഇപ്പോ. അപ്പൊ എനിക്ക് ഈ സമ്പത്ത്, ഈ കാണുന്ന ദുന്യാവിലെ ആസ്തിയൊക്കെ യഥാർത്ഥത്തിൽ നിസ്കരിച്ചതിന്റെയും മറ്റും കൂടി ഇവിടെ നിന്ന് തന്നെ ലഭിക്കണോ? നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒന്നും ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം അള്ളാന്റെ തിരുതർ ഉറപ്പ് കൊടുത്തതാണ്, അത്രമാത്രം ദീനിനെ സഹായിച്ചതാണ്. അപ്പൊ സമ്പത്ത് കൂടുമ്പോ, ഒരുപാട് നമ്മുടെ കൈവശം ഉണ്ടാവുമ്പോ നമുക്ക് ഈ തരത്തിലുള്ള പേടി വേണം. അതല്ലാതെ പരലോകം നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമോ എന്നുള്ളൊരു ഭയം നമുക്ക് വേണ്ടേ? നല്ലോണം പേടിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് മരിക്കുമ്പോ ഈമാൻ നഷ്ടപ്പെടാനും ഖബറിൽ ശിക്ഷ കിട്ടാനും നാളെ പരലോകത്ത് നരകം ലഭിക്കാനും കാരണമാകുന്നൊരു മുതല്, ഒരു സൗകര്യം, ഒരു വാഹനം, ഒരു വീട്, അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ തന്നെ നമ്മൾ നേരെ മറിച്ച് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹം, ദുന്യാവൊന്നും ഒരു സുഭിക്ഷമായ ജീവിതം നൽകും. ആ ഒരു വകുപ്പിലാണ് നമ്മൾ പെടേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാറ്റി ഒരുങ്ങി വന്ന, എല്ലാ നിലക്കും അലങ്കാരമണിഞ്ഞു വന്ന ഒരു സ്ത്രീയെ പോലെയാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീ പഴപ്പിക്കും. ആ സ്ത്രീയുടെ കെണിവരയിൽ പെട്ടുപോകും. നാളെ അർശിന്റെ തണൽ കിട്ടുന്ന ഒരാള് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയണം. ഇതേപോലെ ദുന്യാവിന്റെ പളവളപ്പിൽ ചിലപ്പോൾ പെട്ടിട്ട് നമ്മൾ പിഴക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഖലം സൂറത്തിന്റെ ഈ ഭാഗത്ത് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് അള്ളാന്റെ തിരുദൂതർക്ക് അള്ളാഹു തആല സാന്ത്വനം നൽകുകയാണ്. വീണ്ടും അള്ളാഹു പറയുന്നത് അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. നബിയെ, താങ്കൾ അവരോട് കൂലി ചോദിച്ചുവോ? എന്നിട്ട് അവർ കടബാധിതരായി ഭാരമാക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു അവസ്ഥയുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാന്റെ തിരുദൂതർ ഇവരെ ക്ഷണിക്കുമ്പോ ഇവർ അവഗണിക്കുന്നത് കണ്ടാൽ തോന്നിപ്പോകും പ്രവാചകൻ തന്റെ ദൗത്യ നിർവഹണത്തിന് വലിയൊരു ഫീസ് ഈടാക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും. അങ്ങനെ ആ ഫീസ് കൊടുത്തിട്ട് അത് കൊടുക്കാൻ കഴിയാതെ ഇവർ കടം വാങ്ങിക്കൊടുത്ത് കടം ഒരുപാട് ഭാരമായിട്ട് അതുകൊണ്ടാണോ ഇവർ ഇതിനെ അവഗണിച്ചു പോകുന്നത് തോന്നിപ്പോകുന്നതാണ്. ഇപ്പൊ ജുമാക്ക് വരുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഓരോ വെള്ളിയാഴ്ചയും 1000 രൂപ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജുമാക്ക് ആളുകൾ ഉണ്ടാവില്ല. കാരണം എന്താ, എല്ലാ ആളുകൾക്കും ആഴ്ചയിൽ 1000 രൂപ പോയി കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അവ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പോലെ കടം വാങ്ങിയിട്ട് കൊടുത്തു. ഇവ കടം വീട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ട് തൽക്കാലം ആ പള്ളി വിട്ട് മറ്റൊരു പള്ളിയിലേക്ക് പോവാൻ അവർക്ക് ന്യായമുണ്ട് പറയാൻ. സഹോദര, അള്ളാന്റെ തിരുദൂതർ പ്രവാചകനാണോ? ഈ പ്രവാചകന്മാരവരുടെ ദൗത്യ നിർവഹണത്തിന് സമൂഹത്തിൽ നിന്ന് ഫീസ് ഈടാക്കിയിട്ടില്ല. അവർക്ക് ഇത്ര കൊടുക്കണം എന്നുള്ളൊരു കണക്കില്ല.
എന്നാൽ മക്കയിലെ അവിശ്വാസികൾ, ഖുറൈശികൾ, അവിശ്വാസികളായ ആളുകൾ, അവർ ഖുർആനിനെയും പ്രവാചകന്റെ അധ്യാപനങ്ങളെയും അവർ അവഗണിക്കുന്നതും അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതും അതിനെ നിഷേധിക്കുന്നതും കണ്ടാൽ തോന്നിപ്പോകും പ്രവാചകൻ ഒരുപാട് എന്തോ ചോദിക്കുന്നുണ്ട്, കൂലി ചോദിക്കുന്നുണ്ട് തോന്നിപ്പോകും. അങ്ങനെയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവർ പോകട്ടെ, നിങ്ങളതിൽ പ്രയാസപ്പെടണ്ട. ഒരിക്കൽ അള്ളാഹു നബിയോട് പറഞ്ഞെന്താ, നബി നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞോളൂ, എന്ത് കുല്ലാ അസ്അലുക്കും അലൈഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ഒരു ആയത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൗത്യ നിർവഹണത്തിന്റെ പേരിൽ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല, എന്ത് മാത്രം മതി, നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ മാത്രം മതി, ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. അഹ്ലു ബൈത്തിനോട് ഒരു സ്നേഹം ഉണ്ടായാൽ മതി, വേറെ ഒരു കടപ്പാടും വേണ്ട. ദൗത്യ നിർവഹണത്തിന് നിങ്ങൾ ഇത്ര നാണയം തരണം, ഇത്ര ദിർഹം തരണം, ഇത്ര ദീനാറ് തരണം, അല്ലെങ്കിൽ ഇത്ര ആട്, ഇത്ര ഒട്ടകം, ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. മറിച്ച് എന്ത് മതി, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബത്തോടൊരു സ്നേഹം വേണം. അതാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അഹ്ലു ബൈത്ത് അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അഹ്ലു ബൈത്തിനെ പിൻപറ്റിയാൽ നൂഹ് നബിയുടെ കപ്പലിൽ അന്ന് 80ഓളം ആളുകൾ കയറി രക്ഷപ്പെട്ടല്ലോ, ഇതുപോലെ രക്ഷപ്പെടാൻ കഴിയും. അത് വിശാലമായ മറ്റൊരു വിഷയം. എന്നിട്ട് അല്ലാഹു തആല അങ്ങനെ പറയുന്നു, ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അതല്ല നബിയെ, അവരുടെ അരികെ അദൃശ്യജ്ഞാനമുണ്ടോ, എന്നിട്ട് അത് നോക്കി അവർ എഴുതുകയാണോ? ഇവരിങ്ങനെ വലിയ വർത്താനം പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നം വരൂല, ഇവിടെ ഞങ്ങൾക്കാണ് സുഭിക്ഷത, പരലോകമില്ല, ഉണ്ടെങ്കിൽ പരലോകത്ത് ഞങ്ങൾക്കായിരിക്കും വിജയം എന്നൊക്കെ അവർ പറയും. അള്ളാഹു ചോദിക്കാണ്, ഗൈബുണ്ടോ ഇവരുടെ കയ്യിൽ? അതായത് ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിനെപ്പറ്റി ഇവർക്ക് വലിയ അറിവുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ടാണോ ഇവർ ഈ കാര്യം പറയുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. അവസാനം ഇങ്ങനെ പറഞ്ഞു നബിയോട്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂതി ഇദ് നാദാ വഹുവ മഖ്ലൂം. അല്ലാഹു പറയുന്നു, ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, നബിയെ താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള വിധിയിൽ ആ വിധി വരുന്നത് വരെ താങ്കൾ ക്ഷമിക്കുക തന്നെ വേണം. നബിയോട് കൽപ്പിക്കാണ്. പ്രബോധന രംഗത്ത് നമുക്കൊന്നും പ്രയാസമില്ല സഹോദര, പ്രബോധന രംഗത്ത് നമുക്കൊന്നും പ്രയാസമില്ല. പ്രയാസം സഹിച്ചതാരാ? ഇന്ന് നമുക്കൊരു പക്ഷേ ഒരു പള്ളി പരിപാലിക്കാൻ, അല്ലെങ്കിൽ ഒരു മദ്രസ പരിപാലിക്കാൻ, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, നല്ലതിന് തന്നെ ശത്രുക്കൾ ഉണ്ടാകും. ആലോചിക്കണം സഹോദര, പ്രവാചകൻ സഹിച്ച പ്രയാസങ്ങളൊന്നും ഇന്ന് നമുക്കില്ല. എന്തുകൊണ്ട്? നിരന്തരം അള്ളാന്റെ തിരുദൂതർക്ക് പ്രയാസം വന്നപ്പോൾ നബിയോട് പറയാം, ക്ഷമിക്കൂ നബിയെ. 1ഉം 2ഉം ആയത്തുകളല്ല, ബദർ യുദ്ധത്തിന്റെ മുമ്പ് 70 പരം ആയത്തുകളിലൂടെ അള്ളാന്റെ തിരുദൂതരോട് അള്ളാഹു ക്ഷമിക്കാൻ പറഞ്ഞു. സാരല്ലേ, അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടണ്ട, റബ്ബിന്റെ വിധി വരും. താങ്കൾ ആരെ പോലെ ആകരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂത്, ആ തിമീങ്കലക്കാരനെ പോലെ താങ്കളാകരുത്. അതായത് യൂനുസ് നബിയെ പോലെ ആകരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂതി, താങ്കൾ ഒരിക്കലും ആ തിമീങ്കലക്കാരനായ മഹാനായ യൂനുസ് നബിയെ പോലെ താങ്കളാകരുത് നബിയെ. എന്താ കാരണം? ഇദ് നാദാ വഹുവ മഖ്ലൂം, വളരെ വിഷമത്തോടുകൂടെ അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം താങ്കൾ ഓർക്കണം. ലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി, തന്റെ റബ്ബിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതായിരുന്നു, ആക്ഷേപാർഹനായ രൂപത്തിൽ. അതുകൊണ്ട് അങ്ങ് യൂനുസ് നബിയെ പോലെ ഒരിക്കലും ആകരുത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ ഉദ്ദേശം? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദര, ഇറാഖിലെ, ആധുനിക ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് 1000-ലധികം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു സ്ഥലം, നീനവ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രവാചകനായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 1,00,000-ൽ ചില്ലാനും ആളുകളായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ അല്ലാഹു തആല അങ്ങോട്ട് പ്രവാചകനായി നിശ്ചയിച്ചു. നമ്മുടെ തിരുദൂതർ മക്കയിൽ വന്നപ്പോൾ എത്ര എതിർപ്പുകൾ ഉണ്ടായി, അതുപോലെ എതിർപ്പുകൾ ആ ജനതയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഈ പ്രശ്നങ്ങൾ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംബന്ധമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു തആല പറയുന്നു,
മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ ജനതക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു. പക്ഷെ അവരെ സ്വീകരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഏത് പ്രവാചകനാണെങ്കിലും ഒരു നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടാൽ എതിർപ്പ് സ്വാഭാവികമാണ്. രൂക്ഷമായ എതിർപ്പുണ്ടാവും, മർദ്ദിക്കും അവർ. പക്ഷെ നാട് വിടാനോ മറ്റോ പാടില്ല. അള്ളാന്റെ കൽപ്പന ഇല്ലാതെ ഒരു പ്രവാചകനും പോകാൻ പാടില്ല. പക്ഷെ യൂനുസ് നബി എന്ത് ചെയ്തു? അള്ളാന്റെ അനുമതി കിട്ടാതെ നാട് വിട്ടു. ഈ നാട്ടുകാര് പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന ആളുകളുള്ള സ്ഥലത്തേക്ക് പോകാന്ന് കരുതി. അദ്ദേഹത്തിന് സതുദ്ദേശമാണ്. ഇതിപ്പോ അത്ര വലിയൊരു വിഷയമല്ല. അള്ളാന്റെ കൽപ്പന ഇല്ലാതെ പോവുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്പിയാക്കളുടെ ഉയർന്ന സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു പോരായ്മയാണ്. അതൊരു അബദ്ധം അദ്ദേഹത്തിന്റെ അടുത്ത് സംഭവിച്ചു. അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത് നമ്മുടെ നബിയോട് പറയണം. ഇതിനെപ്പറ്റി അള്ളാഹു തആല ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ فَالْتَقَمَهُ الْحُوتُ وَهُوَ مُلِيمٌ. അല്ലാഹു തആല പറയുന്നു, وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ, തീർച്ചയായിട്ടും യൂനുസ് നബി അദ്ദേഹമാണ് തിമീങ്കലത്തിന്റെ ആള് എന്ന് പറഞ്ഞത്. തിമീങ്കലത്തിന്റെ ഉള്ളിൽ പെട്ടത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അള്ളാഹു പറയുന്നത് യൂനുസ് നബി മുർസലീങ്ങളിൽ പെട്ട ആളാണ്. പക്ഷെ എന്താ പ്രശ്നം സംഭവിച്ചത്? ഇത് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, നിറക്കപ്പെട്ട കപ്പലിലേക്ക് അദ്ദേഹം ഓടി രക്ഷപ്പെട്ട സന്ദർഭം ഓർക്കണം. ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നൊക്കെ ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല, ഫ്ലൈറ്റ് ഇല്ലല്ലോ, കാറില്ല, സഹോദര തീവണ്ടിയില്ല. അന്നത്തെ വാഹനം കപ്പലാണ്, പായക്കപ്പല്. അദ്ദേഹം സമുദ്രം വഴി രക്ഷപ്പെടാൻ ഒരു കപ്പലിൽ കയറി. അങ്ങനെ അന്നത്തെ ചുറ്റുപാട് എന്താ അറിയോ? യജമാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും അടിമകൾ ഒളിച്ചോടുന്നവർ കപ്പലുണ്ടെങ്കിൽ കപ്പൽ നടുക്കൽ കടലിൽ അവിടെ നിൽക്കുമെന്നാണ് അന്നത്തെ പതിവ്. അങ്ങനെ തെറ്റ് ചെയ്ത ഒരാള് കപ്പലുണ്ടെങ്കിൽ കപ്പൽ പോകൂല. അപ്പൊ കപ്പിത്താൻ പറയും, ഈ കപ്പലിൽ ആരോ ഒരാള് ഒളിച്ചോടുന്ന ആളുണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുണ്ട്, അത് ആരാന്ന് പറയണമെന്ന്. അപ്പോ സത്യം തുറന്ന് പറഞ്ഞ അയാളെ പിടിച്ച് കടലിലേക്ക് തള്ളും, ബാക്കിയുള്ളവർക്ക് പോവാം. മിണ്ടാതിരുന്നാൽ എല്ലാവരുടെ പേരും ചോദിച്ചിട്ട് നറുക്കിടും കപ്പിത്താൻ. അതിൽ കൃത്യമായിട്ട് നറുക്ക അയാൾക്ക് വീഴുന്നു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പടച്ചോനെ അദ്ദേഹം അള്ളാന്റെ സമ്മതമില്ലാതെ പോവാണ്. ആ ഒറ്റ കാരണത്താൽ കപ്പൽ നടുക്കടലിലെന്ന്. കപ്പിത്താൻ വന്ന് ചോദിച്ചു, ആരോ യജമാന്റെ സമ്മതമില്ലാതെ ഒളിച്ചോടുന്ന ആൾ ഇതിലുണ്ട്, ആരാന്ന് ചോദിച്ചു. യൂനുസ് നബിക്ക് ഇത് വലിയൊരു സംഭവം അറിയില്ലല്ലോ, ഇത് ഒരു തെറ്റാന്ന് അറിയില്ലല്ലോ. അദ്ദേഹം പിന്നെ മിണ്ടാവുന്നു. എല്ലാവരുടെ പേരും ചോദിച്ചു, ആരും പറയാത്ത കൊണ്ട് പേര് ചോദിച്ച് കപ്പിത്താൻ നറുക്കിട്ടു. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ, അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു, അതോടുകൂടെ അദ്ദേഹം പരാജിതരിൽ പെട്ടുപോയി. ആദ്യം നറുക്കിട്ടപ്പോ അതിൽ പേര് കിട്ടിയ ആരതാ? യൂനുസ് നബിന്റെ. ഒന്നുകൂടി നോക്കി, അദ്ദേഹത്തിന്റെ തന്നെ കിട്ടി. മൂന്നാമത് നോക്കി. നമ്മളിപ്പോ കുട്ടികളോടൊക്കെ ചിലപ്പോൾ നറുക്കിടലുണ്ട്. കുട്ടി പറയാണ്, ഇന്ന് എനിക്ക് ഇന്ന സാധനം വേണം, നമുക്ക് നറുക്കിട, കിട്ടി എനിക്ക് തരാം. ആദ്യത്തിൽ ഓൻ അനുകൂലമായി വന്നാൽ നമ്മൾ പറയും മൂന്നെട്ടുണ്ട്, അതിൽ മൂന്നാമത്തിലാണ് നോക്കാന്ന് പറയും. അങ്ങനെ നമ്മൾ വളവ് പ്രയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൂന്നിലും നറുക്ക് വീണത് സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാ. ഒരു രക്ഷയില്ല, അദ്ദേഹത്തിന് കടലിലേക്ക് ചാടേണ്ടി വരും. അള്ളാഹു പറയുന്നത് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു, അതോടുകൂടെ അദ്ദേഹം പരാജിതരിൽപ്പെട്ടു. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപാർഹനായ രൂപത്തിൽ ഒരു വലിയ തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. ഹൂത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മീനാണ് ഹൂത്ത് എന്ന് പറയാം. 120 അടിയെങ്കിലും നീളുണ്ടാവും ഒരു തിമിംഗലത്തിന് മാക്സിമം. 120 അടി എന്ന് പറഞ്ഞാൽ എത്ര നീളുണ്ടാവും ഒരു തിമിംഗലത്തിന്റെ? ചെറിയ തിമിംഗലമൊക്കെ സാധാരണഗതിയിൽ പിന്നെ നമ്മുടെ കടപ്പുറത്തൊക്കെ പിന്നെ തിരമാല അതിനെ കരയോട് അടുപ്പിച്ചാൽ അത് വലിയ വാർത്തയാകാറുണ്ട്. സഹോദര, ഒരു പടുകൂറ്റൻ ഭീമാകാരമായ രൂപത്തിലുള്ള ഒരു വലിയ തിമിംഗലം സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിപ്പോയി. ഉടനെ തന്നെ അള്ളാഹു തആല തിമിംഗലത്തിന് വഹി അറിയിച്ചു, ഇതിന്റെ പ്രവാചകനായ യൂനുസാണ്, നിനക്ക് ഭക്ഷണമല്ല, അതുകൊണ്ട് വയറ്റിലിട്ടിട്ട് എന്റെ യൂനുസിന്റെ പിന്നെ എല്ലുകൾ ഒരിക്കലും ഒടിഞ്ഞു പോകരുത്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. തിമിംഗലത്തിന് അള്ളാഹു വഹി അറിയിച്ചു. പാവം അദ്ദേഹം തിമിംഗലത്തിന്റെ വയറ്റിലെത്തി. അങ്ങനെ ആരും പേടിക്കൂല സഹോദര, ആരും പേടിക്കൂല. ഹജ്ജിന് പോയിട്ട് താമസിക്കുന്ന റൂമിൽ ടോയ്ലറ്റ് പോയി പിന്നെ വാതിൽ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ആകെ ബേജാറായി ബോധം കെട്ടവരാണ്.
പുറത്ത് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്ന് മുട്ടിയാൽ മതി, എന്നിട്ട് തന്നെ ബേജാറായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വാഹനം മറിഞ്ഞ് അതിന്റെ ഉള്ളിൽ പെട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്രമാത്രം പേടിയുണ്ടാവും. ഒന്നും വേണ്ട, സ്വന്തം വീട്ടില് ഭാര്യ വിരുന്നു പോയതാ, ഭാര്യയും കുട്ടികളൊക്കെ, അയാൾ ഒറ്റക്കുള്ളൂ, രാത്രി അയാൾക്ക് പേടിയാവാം. ഒറ്റക്ക് കിടന്നിട്ട് ഭാര്യ കൂട്ടുണ്ടെങ്കിൽ വലിയ കള്ളന്മാരും കടന്നാൽ ഭാര്യ എന്താ കളരി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഒരു സമാധാനം. ഇവിടെ നോക്കൂ, സയ്യിദന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ വീണു എന്ന് മാത്രമല്ല, തിമീങ്കലത്തിന്റെ വയറ്റിന്റെ ഉള്ളിലാണ്. പേടിക്കാൻ വല്ലവും വേണം. ഖുർആൻ തന്നെ പറയുന്നത് ഇരുട്ടിന് മേലെ ഇരുട്ട് എന്നാണ്. കടലിന്റെ ആഴിയിലെ ഇരുട്ട്, തിമീങ്കലത്തിന്റെ വയറ്റിലെ ഇരുട്ട്, ഇനി അതിന്റെ പുറമെ രാത്രിന്റെ ഇരുട്ടും, ഇരുട്ടോട് ഇരുട്ടും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു, തസ്ബീഹ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എവിടുന്ന തസ്ബീഹ്? മത്സ്യത്തിന്റെ തസ്ബീഹാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി, അള്ളാഹു താല കേൾപ്പിച്ചു കൊടുത്താണ്, തസ്ബീഹ് കൂടാ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറയുന്നത്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവരിൽ പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ തിമീങ്കലത്തിന്റെ വയറ്റിൽ അദ്ദേഹം താമസിക്കുമായിരുന്നു. ഇലാ യൗമി യുബ്അസൂൻ, ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ. അതായത് ജീവനോടല്ല, അതായത് അദ്ദേഹത്തിന്റെ മരണം ആ തിമീങ്കലത്തിന്റെ വയറ്റിൽ നിന്ന് നടക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? തസ്ബീഹ് ചൊല്ലി. അദ്ദേഹം ചൊല്ലിയ തസ്ബീഹ് ഏതാ? നമ്മളും പ്രയാസപ്പെടുമ്പോ ചൊല്ലേണ്ട തന്നെയാണ്. ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ചൊല്ലിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ വേറെ ഇലാഹില്ല, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയി നാഥാ. ഇത് 40 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം ചൊല്ലി. 40 ദിവസം. അല്ലാഹു തആല പറയുന്നത്, അതുകൊണ്ട് ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, അവശനായ രൂപത്തിൽ അദ്ദേഹത്തെ നാം കടപ്പുറത്തേക്ക് എന്തായി തള്ളിയെന്ന്. അള്ളാഹു താല കടപ്പുറത്തേക്ക് തിമീങ്കലത്തെ കൊണ്ടുവന്ന് മുഹറം 10 അന്ന് അങ്ങനെ അദ്ദേഹത്തിന് പുറത്തേക്ക് തള്ളി. അദ്ദേഹം വളരെ അവശനായിരുന്നു. 40 ദിവസമായില്ലേ. അള്ളാഹു എന്ത് ചെയ്തു അറിയോ? വഅംബത്നാ അലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ, ചുരങ്ങ മരത്തിന്റെ വള്ളിയെ നാം അദ്ദേഹത്തിന്റെ മുകളിൽ മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കടപ്പുറത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരികെ യഖ്തീൻ എന്ന് പറഞ്ഞാല് ചരങ്ങാക, മത്തനാക, വെള്ളരിയാക, എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഇലകൾ അദ്ദേഹത്തിന് ആ വെയിൽ, മരുഭൂമി പോലെ കിടക്കല്ലേ, കടപ്പുറല്ലേ, ആ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ഇലകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ തണലേക്ക്. ഒരു മാന് വന്നിട്ട് അദ്ദേഹത്തിന്റെ വായയിലേക്ക് പാല് ചുരത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് അല്ലാഹു തആല അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, ഖുർആൻ പറയുന്നത് എന്തറിയോ? വഅർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദൂൻ, 1,00,000 ചില്ലാനം ആളുകളിലേക്ക് നാം അദ്ദേഹത്തെ അയച്ചു. ഫആമനു, അവരൊക്കെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചു. ഫമത്തഅനാഹും ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ നാം അവർക്ക് സൗഖ്യം ചെയ്തു കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം നാട് വിടാൻ ശ്രമിച്ചത്. അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അല്ലാഹു തആല അവസാനം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. വലിയൊരു പരീക്ഷണം, 10-40 ദിവസം അദ്ദേഹത്തിന് വലിയ ഇടങ്ങേറ് കൊടുത്തു. അദ്ദേഹത്തിന്റെ ജനതയെ അല്ലാഹു വീണ്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ ജനതയുടെ കണക്ക് ഖുർആൻ കൃത്യമായിട്ട് പറയാണ്. 1,00,000 ചില്ലാനം, 1,00,000 ചില്ലാനം ആളുകളിലേക്ക് രണ്ടാമത് അദ്ദേഹത്തിനെ മടക്കി. അവരൊക്കെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ അള്ള കണക്കാക്കിയ ആയുഷ്കാലം അള്ളാന്റെ ശിക്ഷ അല്ലാതെ വളരെ സുഖമായിട്ട് അവർ ജീവിച്ചു എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ആവരുത് എന്നാണ് നമ്മുടെ നബിയോട് പറയുന്നത്. അവിടെ ഒരു പോയിന്റ് കൂടിയുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഖുർആൻ പറഞ്ഞത് നബി തങ്ങൾ വിശദീകരിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നമ്മൾ വല്ല ആളുകളും ഇങ്ങനെ പ്രയാസത്തിൽ കുടുങ്ങിയാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയാൽ അതുകൊണ്ട് രക്ഷയുണ്ടോ? അതോ ഇത് യൂനുസ് നബിക്ക് മാത്രമുള്ളതാണോ? റസൂലുള്ളാഹി തങ്ങൾ ഉടനെ അടുത്ത ആയത്ത് ഓതി കൊടുത്തു, വകദാലിക നുൻജിൽ മുഅ്മിനീൻ,
മുഅ്മിനീൻ. അപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ബാധകാണ്. യൂനുസ് നബി അല്ലാഹ് രക്ഷപ്പെടുത്തിയത് ആ തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ്. എന്നിട്ട് ആ കഥ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പറയാണ് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അതേ പ്രകാരം മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്. ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറയാണ്, ഒരു ചെറിയൊരു നിയമ തടസ്സം അത് ലംഘിച്ചു എന്ന കാരണത്താൽ ഇയാൾ ജയിലിലാണ്, ഗൾഫിൽ ജയിലില്ല. ചെറിയൊരു തെറ്റ് അയാളെടുത്ത് പറ്റിയിട്ടുണ്ട്. അയാൾ നമ്മളോട് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ ചൊല്ല്. മത്സ്യത്തിന്റെ വയറ്റിന്ന് കഴിച്ചിലായി ആര്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതിന് നല്ലൊരു വഴി ഉണ്ടായിക്കോളും, ഇത് ചെല്ലാൻ പറയണം. അതല്ലാതെ എന്ത് പറയരുത്? ജയിലിൽ കുടുങ്ങും. എനിക്ക് ആദ്യം അറിയിച്ച് പോകുമ്പോ തന്നെ കുടുങ്ങി നസീബില്ലാത്ത ആളാണ്. എന്റെ വാപ്പി അങ്ങനെ തന്നെ ആയിരുന്നു. എന്റെ വല്യപ്പാനൊക്കെ എന്റെ പകല്ല പരിചയമാണെന്ന് പറഞ്ഞ് ആ ജാതി ഉള്ള ടെൻഷൻ ഉണ്ടാക്കാനുള്ള പരിപാടി എടുക്കും, കൂട്ടാനുള്ള പരിപാടി. അങ്ങനെയല്ല വേണ്ടത്. സാന്ത്വനം നൽകണം. ആര് പ്രയാസപ്പെട്ടാലും കുടുങ്ങിയാലും സഹോദരൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ഒരു ഓപ്പറേറ്റർ കുടുങ്ങിയത് എന്നോട് നേരിട്ട് പറഞ്ഞു. നബിദിന പരിപാടി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് സാധനമൊക്കെ ആയിട്ട് ഒരു ഗുഡ്സിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ 2 ദിവസമായിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല. രാത്രി 3 മണിയാണ് ഉറങ്ങി. വണ്ടി ഓടിച്ചപ്പോ ഉറങ്ങി. പിന്നെന്താണ്ടാവുമെന്ന് അറിയാലോ. ഇതും പറഞ്ഞു. 10-20 ട്യൂബുകളുണ്ട്. അതൊക്കെ കൂടി 40 ബോക്സ് ഒക്കെ തെറിച്ചു. ഇയാൾക്ക് തീരെ എവിടെയാണ് എന്താന്നൊരു പിടുത്തം കിട്ടണില്ല. ഇയാള് ഈ ഗുഡ്സിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക. അയാളോട് നേരിട്ട് പറഞ്ഞു. ഒരു മൊബൈൽ എത്ര തപ്പിയിട്ടും കാണാനുമില്ല. ഇയാൾക്ക് അനങ്ങാനും കഴിയണില്ല. ഇയാളെന്ത് ചെയ്തു? വല്ലാത്തൊരു കൊടുക്കലുള്ള കിട്ടും. അപ്പൊ ഇത് ഓർമ്മ വന്നു. ക്ലാസ്സിൽ കേട്ടത് ഇയാളെന്ത് ചെയ്തറിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ഇതങ്ങനെ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് സമയം ചെല്ലിയപ്പോ ഇയാളെ മൊബൈലിന് ശബ്ദിച്ചു. അപ്പൊ മൊബൈൽ എവിടെയെന്ന് മനസ്സിലായി. അപ്പൊ ഇയാളെ സുഹൃത്തുക്കള് കടയിൽ കാത്തു നിൽക്കാൻ, ഇതും കൂടി എത്തിയിട്ട് വേണം ഓൾക്ക് ഷട്ടർ താത്തിയിട്ട് പോയി കിടന്നുറങ്ങാൻ. എവിടെ എത്തിയെന്ന് ചോദിക്കണം. അപ്പോ ഇയാള് പറഞ്ഞു എവിടെ എത്തിയൊരു കൊടുത്തില്ല, വണ്ടി മറിഞ്ഞ അതിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ് ഞാനെന്ന്. ഇയാള് വരാൻ സാധ്യതയുള്ള വഴി അവർക്കറിയാലോ. അവർ ഉടനെ തന്നെ വന്നു രക്ഷപ്പെടുത്തി. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കരുതും അത് ഉസ്താദെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിയിട്ടില്ലെങ്കിലും ആ വിളി എന്തായാലും ഉണ്ടാവില്ലേ? സഹോദരൻ മൊബൈലിൽ റേഞ്ച് കിട്ടിയില്ലെങ്കിലോ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ വല്ലതും അഴിമക്ക് വീണിട്ടത് ഉണ്ടാതായാലോ? മനുഷ്യനെ പോലെ ഇതിനും പ്രശ്നം സംഭവിക്കല്ലോ, അറ്റാക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആവാലോ. ആ പടച്ചോനോരോ വഴികൾ ഒക്കെ നേരിട്ടല്ലോ, ഓരോ വഴികളുണ്ടാവും ഏത് കാര്യത്തിനും. അങ്ങനെ ഒരു ഗുഹന്റെ ഉള്ളിൽ കയറിയ സൂഫി വരെയാണ് അള്ളാഹു എങ്ങനെ ഭക്ഷണം തരാൻ എനിക്കൊന്ന് അറിയണമെന്ന് വിചാരിച്ചു. അയാളവിടെ ഇബാദത്തെടുത്തു. പെട്ടെന്നൊരു മഴ പെയ്തു. യാത്രക്കാരായ ചില ആളുകൾ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഗുഹയ്ക്ക് ഓടി കയറി. അപ്പം ഇയാൾ അവിടെ ഇരുന്നു. അവരെടുത്ത് ഭക്ഷണമുണ്ട്, അവരെ അതിനും ഭക്ഷണം കഴിക്കണം. മഴ പെയ്യുമ്പോൾ ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇവർ ഓരോ ഭാണ്ഡം കെട്ടയച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ പൊതി എടുത്തിട്ട് ഇയാൾക്കും കുറച്ച് കൊടുത്തു. ഉണ്ടോ? അതിനാണ് അല്ലാഹു തആല മഴ പെയ്യിച്ചത്. അതിന് ഹേതുണ്ടാക്കിയതാണ്. അപ്പം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കേറിയതാണ്. ഇതുപോലെ എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായിരുന്നാലും നോക്കൂ. അപ്പൊ നമ്മൾ ചൊല്ലിയാലും നമുക്കതിന്റെ ഫലമുണ്ട് എന്നതിന്റെ ഒരു രേഖ പറഞ്ഞതാണ്. നബിയോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ആ തിമീങ്കരത്തിന്റെ ആളെപ്പോലെ യൂനുസ് നബിയെ പോലെ അക്ഷമനാകരുത് നബിയെ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഒരിക്കലും പിന്നെ പറയാതെ സമ്മതമില്ലാതെ പോകരുത്. ജനങ്ങൾ അങ്ങനെ തന്നെ 13 കൊല്ലം അള്ളാന്റെ തിരുതൂർ എല്ലാം സഹിച്ചു. ഇതൊക്കെ സഹിച്ചു. 13 കൊല്ലം അള്ളാഹുവിന്റെ തിരുതൂതർ ഈ പ്രയാസങ്ങൾ മുഴുവനും സഹിച്ചു. അവസാനം ഒരു നിലക്കും കഴിയില്ലെന്ന് കണ്ടപ്പോ അള്ളാഹു തആല ഇങ്ങനെ ആയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളീ വാസിഅ ഫഇയ്യായ ഫഅബ്ദൂൻ. അങ്കബൂത്ത് സൂറത്തിലെ 56-ാമത്തെ ഈ വചനം അള്ളാഹു ഇറക്കി. മുഅ്മിനീങ്ങളായ എന്റെ അടിമകളെ, ഇന്ന അർളീ വാസിഅ, ഇന്ന അർളീ വാസിഅ, എന്റെ ഭൂമി പ്രവിശാലമാണ്. ഫഇയ്യായ ഫഅബ്ദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതുകൊണ്ട് മക്കയിൽ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ മക്ക വിട്ടോളൂ, എന്റെ ഭൂമി വിശാലമാണ്. അങ്ങനെയാണ് അബുസീനിയയിലേക്ക് ഹിജ്റ പോയത്. പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോയത്. അപ്പോഴും നബിയോട് പോകാൻ പറഞ്ഞില്ല, സ്വഹാബത്തിനെ പറഞ്ഞേക്കുള്ള ഇത് കിട്ടി. അപ്പൊ സ്വഹാബത്തിനൊരു സംശയം,
നമ്മൾ അബ്സിനിയയിലേക്ക് പോയാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പോയാൽ ആരാണ് നബിയെ ആഹാരം നൽകുക? ഉടനെ അല്ലാഹു തആല മറ്റൊരായത്തിറക്കി, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. എത്രയെത്ര മൃഗങ്ങൾ! ആ മൃഗങ്ങളൊന്നും അവയ്ക്കുള്ള ആഹാരം ചുമന്നുകൊണ്ടല്ല നടക്കുന്നത്. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, ആ മൃഗങ്ങൾക്കും നിങ്ങൾക്കും അന്നം തരുന്നത് അല്ലാഹുവാണ്. വഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിങ്ങൾ അതിൽ പ്രയാസപ്പെടേണ്ടല്ല, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഏറ്റുന്ന. ശരിയാണ് സഹോദര. അപ്പൊ നമ്മുടെ വീടുകളൊക്കെ നോക്കൂ, ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ. എങ്കിലൊരു പാമ്പിന്റെ മാളം നോക്കൂ, അതിലൊന്നുമില്ല, ശൂന്യമായിരിക്കും. ഒരു പക്ഷിയുടെ കൂട് നോക്കൂ, അതിലൊന്നുമില്ല. ഒരു കോഴിയുടെ കൂട് നോക്കൂ, അതിൽ ഭക്ഷണമൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. പക്ഷെ ഈ ജീവികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും പ്രാണികൾക്കൊക്കെ അള്ളാഹു ആഹാരം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. നമ്മൾ വെറുതെ പ്രയാസപ്പെടുക. അതിന്റെ പേരിൽ കുട്ടികളെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഇത്ര കുട്ടികളെ പാടുള്ളൂ എന്ന് പറഞ്ഞ് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? പട്ടിണി സഹോദര വരുന്ന് പേടിച്ചുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ചില പാശ്ചാത്യ നാടുകളിൽ ആ ഭയം വല്ലാതുണ്ടല്ലോ. ഇപ്പൊ അവിടെ യുവാക്കൾ കുറവാണ്. കാരണം കുട്ടികൾ ഒരു കുട്ടിയെ പാടുള്ളൂ എന്നുള്ള നിയമം. അപകടകരമായ അവസ്ഥ. ഇവരൊന്നല്ല അന്നം കൊടുക്കുന്നത്, അള്ളാഹുവാണ് ആഹാരം കൊടുക്കുന്നത്. അതിനുള്ള അള്ളാഹ് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഹിജ്റ പോകാൻ കൽപ്പിച്ചു. അവസാനം അള്ളാന്റെ തിരുദൂതരോടും ഹിജ്റ പോകാൻ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഹിജ്റ പോയി. അള്ളാന്റെ ആ സമ്മതം ഉണ്ടായപ്പോ മാത്രം ഹിജ്റ പോയത്, കൽപ്പന ഉണ്ടായപ്പോ. എന്നിട്ടും ജന്മനാടായ മക്കയിൽ നിന്ന് റസൂല് പോയി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മക്കയോടുള്ള ശക്തമായ അഭിനിവേശം കാരണം റസൂല് മക്കയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയെന്നാണ് ആ ഹിജ്റ പോകുന്ന സമയത്ത്. ആ സമയത്ത് നബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പടച്ചോനെ, കഅബന്റെ മണ്ണെന്നാ പോകുന്നത്, കഅബന്റെ മണ്ണെന്നാണ്. കഅബ ചില്ലറല്ല, ലോക മുസ്ലിമീങ്ങളുടെ ആസ്ഥാനമാണത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് നോക്കൂ, ഇന്ന് പരിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാർ. നാസയിലെ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുത്തപ്പോ 2 ഭാഗങ്ങളിൽ ഓരോ പ്രകാശങ്ങൾ കണ്ടു അത്രേ. ഒരുപാട് ഫോട്ടോകൾ നിരന്തരം മിന്നിച്ചു. എല്ലാ ഫോട്ടോകളിലും 2 പ്രകാശപ്പൊട്ടുകൾ. അന്ന് വലിയ വാർത്തയായിരുന്നു. അതിസൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയപ്പോൾ ഏഷ്യയിലുള്ള സൗദി അറേബ്യയിലെ പരിശുദ്ധ മക്ക പട്ടണവും മദീന പട്ടണവുമാണ്. ശാസ്ത്രീയമായിട്ട് പോലും ആ നാടുകൾക്ക് വലിയ മഹത്വമുണ്ട്. റസൂലാകുന്ന പ്രകാശത്തിന് ജന്മം നൽകിയ നാടാണ് മക്ക. ആ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പുണ്യ മദീന. ശാസ്ത്രീയമായിട്ട് പോലും നോക്കൂ നിങ്ങൾ, 2 പ്രകാശങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വെളിച്ചം വരുന്ന രാജ്യം പരിശുദ്ധ മക്കയാണ്. ഒരു അത്ഭുതമാണത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എല്ലാവർക്കും വരാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മക്കയെ സംവിധാനിച്ചത്. ആ സ്ഥലത്താണ് പരിശുദ്ധ കഅബാലയം. ആ കഅബാലയം എല്ലാ സമയത്തും തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം നടക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തവാഫ് മോഡൽ നിസ്കാരം നടക്കുന്നു. വലിയൊരു അത്ഭുതമാണ്. പരമാണുക്കൾ മുതൽ ഗാലക്സി വരെ സഞ്ചരിക്കുന്ന അതേ രൂപത്തിൽ ആ തവാഫ്. ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്നതിന്റെ നേരെ എതിരെ. അത്ഭുതമാണുള്ളത് സഹോദര. നക്ഷത്രങ്ങൾ മറ്റൊരു നക്ഷത്രത്തെ ആധാരമാക്കി ചുറ്റുന്നുണ്ട്. അത് ഇടം വക്കലാണ്, വലം വക്കലല്ല. സാധാരണ ക്ഷേത്രം പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ വലം വക്കലാണ്. കഅബാലയം വലം വക്കല്ല, കഅബാലയം ഇടം വക്കാണ്, നേരെതിരാണ്. ലോകത്ത് സകലത്തിന്റെയും സഞ്ചാരം യഥാർത്ഥത്തിൽ ആ രൂപത്തിലാണ്. ഒരു പുരുഷനിൽ നിന്ന് പോകുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് പോകുന്ന ഏതാനും ഒരു 5 മില്ലി വരുന്ന മാക്സിമം വെള്ളത്തുള്ളികളിൽ അടങ്ങിയ 200 കോടി ബീജങ്ങൾ. ആ ബീജങ്ങളുടെ കറക്കം പോലും യഥാർത്ഥത്തിൽ കഅബ തവാഫ് ചെയ്യുന്നത് പോലെയാണ്. ഇടം വെക്കണം. അത്ഭുതമാണ്. ആ കഅബ തവാഫ് ചെയ്യലോ എല്ലാ സമയത്തും മുറിയാതെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കഅബന്റെ മണ്ണെന്ന് പുണ്യനബി അള്ളാന്റെ കൽപ്പന പ്രകാരം പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നബിക്ക് വല്ലാത്തൊരു സങ്കടം. ആ സമയത്ത് അല്ലാഹു ആയത്തിറക്കിയ ഖസസിൽ ഒരു വചനം, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാത്തുക ഇലാ മആദ്
നബിയെ താങ്കൾ പ്രയാസപ്പെടേണ്ട. വിശുദ്ധ ഖുർആനിനെ താങ്കളുടെ മേൽ നിർബന്ധമാക്കി അല്ലാഹു പരിശുദ്ധ മക്കയിലേക്ക് താങ്കളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇപ്പോഴും മദീനയിലേക്ക് ഹിജ്റ, ഒരു പേടിയും പേടിക്കണ്ട. പറഞ്ഞ പോലെ തന്നെ 8 കൊല്ലത്തിന്റെ ശേഷം ആ വാഗ്ദത്തം അല്ലാഹു തആല പൂർത്തീകരിച്ചു. ഒരു വലിയ ജേതാവായി 12,000-ഓളം അനുയായികളോടുകൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്തായിരുന്നാലും എത്ര പ്രയാസങ്ങൾ വന്നാലും ക്ഷമിച്ചോളൂ നബിയെ. താങ്കൾ ഒരിക്കലും തിമീങ്കലത്തിന്റെ ആളെ പോലെ, യൂനുസ് നബിയെ പോലെ അക്ഷമനാകരുത്, സമ്മതമില്ലാതെ പോകരുത്. ഒക്കെ ക്ഷമിച്ചോളൂ. അല്ലാഹു തആല വീണ്ടും പറയാണ്, ഫജ്തബാഹു റബ്ബുഹു. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ രക്ഷിതാവ് രക്ഷപ്പെടുത്തി. ഫജഅലഹു മിനസ് സ്വാലിഹീൻ. സദ്വൃത്തരിൽ അദ്ദേഹത്തെ പെടുത്തുകയും ചെയ്തു. സ്വാലിഹീങ്ങളിൽ പെടുത്തിയ അദ്ദേഹത്തെ. ഇനി ആ ഭാഗം അവസാനിപ്പിച്ച് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരും. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ അറിയോ? അള്ളാന്റെ തിരുദൂതര് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതുന്ന സമയത്ത് ഇവർ അള്ളാന്റെ തിരുദൂതരെ രൂക്ഷമായ രൂപത്തിൽ നോക്കും. ഭയങ്കര നോട്ടം, ഇമ്മ വട്ടാതെ അള്ളാന്റെ തിരുദൂതരെ വെറുപ്പോടുകൂടെ, ഒരു എന്താ പറയാ, വല്ലാത്തൊരു നോട്ടം അവർ വെറുപ്പോടുകൂടെ നബിയെ നോക്കി. ആ നോട്ടനെ കണ്ട തോന്നിപ്പോകും റസൂൽ വീണു പോകുന്നു. ആ രൂപത്തിലുള്ള നോട്ടം അവർ നോക്കുന്ന. അതിനെപ്പറ്റി പറയാൻ വഇയകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉൽ ദിക്ർ. ഉത്ബോധനം കേൾക്കുന്ന സമയം, അതായത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുന്ന സമയം നബിയെ അവരെ താങ്കൾ നോക്കി, അവർ താങ്കളെ നോക്കിയിട്ട് താങ്കൾ വഴുതി വീഴാൻ അടുത്താകും. ആ രൂപത്തിലുള്ള നോട്ടം താങ്കളെ അവർ നോക്കും. വയഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്യും, ഇന്നഹു ലമജ്നൂൻ. എന്നിട്ട് അവർ പറയും, ഇയാളാള് ഭ്രാന്തനാണ്. അള്ളാന്റെ തിരുദൂതർ പരിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ ഓതുന്ന സമയത്ത് വെറുപ്പോടുകൂടെ നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് അവർ പറയുന്നത് ഇയാള് ഭ്രാന്തനാണ് എന്നവർ പറയും. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അത് ലോക ജനതക്കൊരു ഉത്ബോധനമാണ്. ഖുർആൻ ലോക ജനതക്കൊരു ഉത്ബോധനം മാത്രമാണ്. ആ വചനങ്ങൾ പുണ്യനബി ഓതിക്കൊടുക്കുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താ? ഇവരുടെ നോക്കിയിട്ട് വല്ലാത്തൊരു നോട്ടം അവർ നോക്കും. അതോടുകൂടെ വഴുതി വീടാനെടുത്താകുന്ന രൂപത്തിൽ അവർ വല്ലാതെ നോക്കും. എന്നിട്ട് പോലും പ്രഖ്യാപിക്കും ഇയാൾ ഭ്രാന്തനാണ്. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നത് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം അവരാ നോട്ടം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നോട്ടാണെന്ന്. അതായത് കണ്ണേറ് തട്ടുന്ന രൂപത്തിലുള്ള നോട്ടാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ കണ്ണേറ് അല്ലെങ്കിൽ കരിങ്കണ്ണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അതെന്താണ്? യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് എല്ലാ കാലത്തുള്ളതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് ചില ആളുകളുടെ അവർ കണ്ടാൽ, ചില കാര്യങ്ങൾ കണ്ടാൽ നാവട്ടാന്നൊക്കെ പറയും നമ്മൾ. അവർക്ക് എന്തെങ്കിലും ഇത് പറയാഞ്ഞാൽ ഒരു പ്രതിയാടാണ്. നീ നമ്മൾ കാരണത്താൽ ആർക്കും അങ്ങനെ തട്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പുതുമുള്ളത്, ഒരു അത്ഭുതമുള്ളത് കാണുമ്പോഴാണ് ഇത് തട്ടൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിപ്പിനെ പറ്റി അൽ മുഅ്മിനൂന സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. രക്തപിണ്ഡവും മാംസപിണ്ഡവും അങ്ങനെ ഗർഭപാത്രത്തിൽ നടക്കുന്ന പരിണാമങ്ങളെ സംബന്ധിച്ച് ഒരു സ്കാൻ ചെയ്യാനുള്ള സൗകര്യമോ എക്സ്റേയോ ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. മോറിസ് ബുക്കൈനെ പോലെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അതാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് പറയണം. അതിനോട് ചുവട് പിടിച്ചു ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, ഭ്രൂണശാസ്ത്രജ്ഞന്മാർ. ഒരത്ഭുതം. 9 മാസം കൊണ്ട് ഒരു കുട്ടി, അല്ലെങ്കിൽ 10 മാസം കൊണ്ട് ഒരു കുട്ടി ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ആ സംഭവം വിശദീകരിച്ചിട്ട് അവസാനം അല്ലാഹു പറഞ്ഞെന്താ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്. ഈ ആയത്തിന് ഓതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ? അല്ലാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണത്താൽ ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല.
ഇനി നമുക്ക് ചിലപ്പോൾ വേറുള്ള ആളുകളെന്ന് അങ്ങനെ പ്രശ്നങ്ങൾ വരും. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറയുന്ന എന്താണ്? അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കും. അതുകൊണ്ടാണല്ലോ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബിക്കും അതുപോലെ ഇസ്ഹാഖ് നബിക്കും അത് തട്ടാതിരിക്കാൻ ദുആ ചെയ്തിരുന്നു, മന്ത്രിച്ചൂതിയിരുന്നു എന്നാണ്. അള്ളാന്റെ തിരുദൂതർ തന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തന്റെ പേരക്കുട്ടികൾക്കും എന്ത് ചെയ്തിരുന്നു? മന്ത്രിച്ചൂതിയിരുന്നു, കണ്ണീരട്ടാക്കാൻ വേണ്ടി. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഏത് പ്രസംഗം തുടങ്ങുമ്പോൾ എന്താ ചൊല്ലാറ്? അതന്നെ ഇവരെ കൂതി കൊടുത്തു. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാം വിട്ടു. അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ പരിപൂർണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, എല്ലാ പിശാചുക്കളിൽ നിന്നും പിടിമൃഗങ്ങളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, കണ്ണീറിൽ നിന്നും. അള്ളാന്റെ തിരുദൂതർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെല്ലിച്ചതും അവർക്ക് ഊതിയതും ഇത് ചൊല്ലിയിട്ടാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് ചൊല്ലിക്കൊടുത്തതും അത് തന്നെയാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ കാലത്തുള്ളതാണ്, എല്ലാ കാലഘട്ടത്തിലുള്ളതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട്, അദ്ദേഹത്തിന് 10-12 മക്കള്, ഒക്കെ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മക്കള്, നിങ്ങളെല്ലാവരും കൂടി ഒരു വാതിലിലൂടെ പോകരുതിട്ടോ എന്ന് പറയും, വ്യത്യസ്ത വാതിലിലൂടെ പോകണം എന്ന് പറയും. എന്താ കാരണം? 10-12 മക്കൾ ഒറ്റ വാതിലൂടെ വരുന്നുണ്ടാല് ആ യാക്കൂബിന്റെ ഒക്കെ ഒരു ഭാഗ്യം. ഒന്നും പേടിച്ചാലേ 10-12 ജഗപുക മക്കൾ. അത് ഈ കണ്ണുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ പോകരുത്. ഇത് വെറുതെ പറയല്ല. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സംഭവം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. എന്തിനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഏലസ് കെട്ടിക്കൊടുത്തത്? പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ജിബ്രീൽ എന്ന മലക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വസ്ത്രമുണ്ട്, കുപ്പായം. ആ കുപ്പായാണത്. ആ കുപ്പായം ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബി കൊടുത്തു. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് തന്റെ മകന് കൊടുത്തു. ഇസ്ഹാഖ് നബി അത് യാക്കൂബ് നബി കൊടുത്തു. യാക്കൂബ് നബി ആ കുപ്പായം പാത്തു വെച്ചു. യൂസുഫിന് ഭയങ്കര സൗന്ദര്യം, കണ്ണേറട്ടാക്കാൻ വേണ്ടി അതെന്താക്കി? കെട്ടിക്കൊടുത്തു. ആ കുപ്പായത്തിന്റെ പ്രത്യേകത അത് ചെറുതാക്കി മടക്കാൻ കഴിയുന്നുള്ളതാണ്. മുജാഹിദ് ജമാഅത്ത് സഹോദരങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, ഇതൊക്കെ പഴഞ്ചനാണെന്നുള്ളത്. പിന്നെ ചിലർക്കൊക്കെ അത് ശരിയാണെന്നറിയാം. കാരണം പുറത്തേക്ക് അവരങ്ങനെ പറഞ്ഞാലും ചിലപ്പോ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു, വസ്ത്രം മാറ്റിയത് നമ്മളാണ്, ഏറസ് ഉണ്ടായിരുന്നു. അത് വെറുതെ കുടുങ്ങുമ്പോ എല്ലാവർക്കും വേണ്ടി വരും. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ഒരു കാര്യത്തെ നമുക്ക് സൗകര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ വെറുതെ ആളുകളെ കൂലി തടയേണ്ട ആവശ്യമില്ല. ആളുകളെ ബുദ്ധിമുട്ട് അതിന് ഒരു മാർഗം പരിശുദ്ധ ദീന് നിശ്ചയിച്ച് അത് തടയേണ്ട ആവശ്യമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കെട്ടിക്കൊടുത്ത ആ കുപ്പായം അദ്ദേഹം പൊട്ടൻകിണറ്റിലേക്ക് എറിയപ്പെടുമ്പോഴുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അടിമച്ചന്തയിലെത്തി, അധികാരത്തിന്റെ കസേരയിലെത്തി. പിന്നീട് തന്റെ സഹോദരങ്ങൾ റേഷൻ വാങ്ങാൻ വേണ്ടി ഈജിപ്തിലേക്ക് വരുന്ന അവസ്ഥ എത്തി. യൂസുഫ് നബിക്ക് തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു, വർത്താനങ്ങളൊക്കെ പറഞ്ഞു. വാപ്പാന്റെ വർത്താനം എന്താന്ന് ചോദിച്ചു. യാക്കൂബ് നബി 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് കഴിയാണെന്ന് പറഞ്ഞു. ഖുർആൻ കഥ പറയുന്നുണ്ടല്ലോ. കൂടാതെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായം എടുത്തു. പണ്ട് തന്റെ പിതാവായ യാക്കൂബ് നബി, അദ്ദേഹത്തിന്റെ പിതാവായ ഇസ്ഹാഖ് നബി, അദ്ദേഹത്തിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ അന്നുണ്ടായിരുന്ന വസ്ത്രാണത്. അത് യൂസുഫ് നബി എടുത്തു. അതെടുത്തിട്ട് ആ കുപ്പായം തന്റെ സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ. ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എന്റെ വാപ്പാന്റെ മുഖത്തിട്ടളി കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. ഒരു MBBS ഡോക്ടർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, ഒരു കണ്ണ് ഡോക്ടർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഈ മരുന്ന് കുടിക്ക്, ഇല്ലെങ്കിൽ വിവരം പറയും, ഉറപ്പൊന്നുമില്ല, കമ്പനി മാറ്റം മരുന്ന് അല്ലേ. ഇവിടെ ഇത് കൊണ്ടുപോയിട്ട് എന്റെ വാപ്പാന്റെ മുഖത്തിട്ടളി ഖണ്ഡിതമായിട്ട് പറയാം. എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു പ്രയാസം വന്നു നേരത്തെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലം, പ്രസംഗിക്കാനൊരു ബുദ്ധിമുട്ട്.
സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു നറുക്കെഴുതിയിട്ട് അദ്ദേഹം തന്നിട്ട് ഒന്ന് മന്ത്രിച്ചു, പുറത്തൊക്കെ ഒന്ന് ഒഴിഞ്ഞെന്നു, പേടിക്കണ്ടട്ടോ. എന്നിട്ട് ഈ നറുക്ക് വെള്ളത്തിലിട്ടിട്ട് 26 ദിവസം കുടിക്കുക, 27ാമത്തെ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇത് 26 ദിവസം കുടിച്ചിട്ട് നോക്കി പിന്നെയും പ്രസംഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വരിയെന്നല്ല, ഇത് 26 ദിവസം കുടിച്ചിട്ട് 27ാമത്തെ ദിവസം പ്രസംഗിക്കുക. അവിടെ ഖണ്ഡിതമാണ് വിഷയം. അതാണ് ആത്മീയമായ ഡോക്ടർ. അതുപോലെ സംഭവിച്ചു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ആത്മീയ കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. സഹോദരാ, ഇവിടെ നോക്കൂ. ഇവിടെ മഹാനായ യാക്കൂബ് നബിയുടെ നിലപാട്, മഹാനായ ഇബ്രാഹിം നബിയുടെ നിലപാട്, മഹാനായ പുണ്യ നബിയുടെ നിലപാട്, അത് തന്നെയാണ് നമ്മുടെ ഈ നിലപാട്. ഇനി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, അഥവാ നമുക്ക് കണ്ണേറ് വല്ലതും തട്ടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം എടുക്കുക. ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരൽപ്പം കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന്റെ മുന്നിൽ വെച്ച് ആദ്യം ഏതോതാ, ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അത് ഏത് സൂറത്തിലായതാണ്? ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. തബാറക സൂറത്തിൽ സഹോദര അല്ലാഹു ആകാശത്തെ പറ്റി പറഞ്ഞിട്ട്, ആകാശത്തേക്ക് നോക്കടാ, വല്ല ന്യൂനത ഉണ്ടോന്നാണ്. കണ്ണേറട്ടാണ് അതിന് കാട്ടണം അല്ലെ? ആകാശം നോക്കി തൂണില്ലാത്ത പന്തല, തൂണില്ലല്ലോ, ഒറ്റ തൂണുമില്ല ആകാശത്തിൽ. വിശാലമായ പന്തൽ. നമുക്ക് ഇവിടുന്ന് തോന്നിയപ്പോ അക്കരപ്പുറത്ത് തട്ടിയിട്ടുണ്ട്. അവിടെ മരത്തുന്ന ആകാശത്തിന്റെ ഒരു തല തട്ടിയിട്ടുണ്ട് പോണം. അങ്ങോട്ട് നോക്കിയാൽ കോട്ടക്കുന്നിൽ തട്ടിയിട്ടുണ്ട് പോണം. കോട്ടക്കുന്ന് പോയി നോക്കി അവിടെ തട്ടിയിട്ടില്ല. കോഴിമുട്ടന്റെ തോട് പോലെയെന്ന് തോന്നിപ്പോ. നമ്മൾ ഇവിടെ നിന്നാൽ നമുക്ക് മേൽപോട്ട് നോക്കിയിട്ട് ഒരു കുബ്ബ പോലെയെന്ന് തോന്നും. ഒരു കുബ്ബന്റെ അടിയിൽ നിന്നിട്ട് മുകൾക്ക് നോക്കുന്നത് പോലെയാണ്. ഒരു തൂണില്ല, കാണുന്ന തൂണില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. തൂണില്ലാത്ത നന്നായിട്ടോ. ആകാശത്തിന് തൂണുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾ മൈദപ്പൊടി ക്ലൈമൊക്കെ കയറും. പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എരപ്പാവ് ഒട്ടിച്ചു. എരപ്പാകുന്നല്ല, എരപ്പാക്കും. അപ്പൊ അതുകൊണ്ട് അതാണ് ഒഴിവായി കിട്ടി. മറ്റേ അവിടെ ബുക്കിലിട്ടൊക്കെ ഖിയാമത്ത് വരെ വല്ല ചിഹ്നം വരച്ചോക്കും. തൂണില്ല. അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്തേക്കൊന്ന് നോക്കടാ, വലിയ പോരായ്മ, വലിയ ന്യൂനത ഉണ്ടോന്ന്. ആ ആയത്താണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് അങ്ങനെ തോന്നിപ്പോയാൽ അത് ഓതുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് ഏത് ഓതുക? ഫർജിൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ. എന്നിട്ട് അതിനോടുകൂടെ 6 ആയത്തുകൾ നമ്മൾ ഓതണം. നേരത്തെ നമ്മൾ ഷിഫായുടെ ആയത്ത് പറഞ്ഞില്ല, 6 ആയത്ത് ഓതാം. യൂനുസ് സൂറത്തിലെ 57ാമത്തെ ആയത്തും, അൽ ഇസ്രാ സൂറയിലെ 82ാമത്തെ ആയത്തും, തൗബ സൂറത്തിലെ 16ാമത് ആയത്തും, ഫുസ്സിലത്ത് സൂറത്തിലെ 44ാമത്തെ ആയത്തും, സൂറത്തുൻ നഹ്ലിലെ 69ാമത്തെ വചനവും, ശുഅറാ സൂറത്തിലെ 80ാമത് വചനവും, 80ാമത് വചനം. ഈ 6 ആയത്തുകളും ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഓതിയിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, കണ്ണേറെന്നുള്ള ആശയം. അത് യാഥാർത്ഥ്യമാണ്. കണ്ണേറ് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ റബീഉൽ അവ്വൽ പരിപാടിയൊക്കെ നടക്കുമ്പോൾ വളരെ മനോഹരമായി ഒരു കുട്ടി പാട്ട് പാടിയാൽ സദസ്സിലെങ്ങാനും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽക്ക് ആ കുട്ടിന്റെ പാട്ട് പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കും. എന്നിട്ട് നമുക്ക് നടക്കണ്ടേ, പാടണ്ടേ, പറയണ്ടേ? ഇതൊക്കെ ചെയ്താൽ മതി. ഇത്ര ആത്മീയ, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഒരു 6 ആയത്ത് ഒരു വെള്ളം എടുത്തിട്ട് 6 ആയത്ത് ഓതി അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് കുടിക്കാൻ എത്ര കുറഞ്ഞ ടൈം മതി? പക്ഷെ നമുക്ക് വിവരമുണ്ടായാൽ മതി. വൈരുല്ലി കുല്ലി സൂറത്ത് അതിന് വലിയ പരിഹാരം. ശൈഖുനാ ശംസുൽ ഉലമ, അല്ലാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ശംസുൽ ഉലമ എപ്പോഴും പറയുമായിരുന്നു, സംഘടനാ പ്രവർത്തകരൊക്കെ രാവിലെ സുബഹിസ്കരിച്ചിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും വൈരുല്ലി കുല്ലി സൂറത്ത് ഓതണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ആക്ഷേപിക്കുന്ന കുത്തുവാക്ക് പറയുന്ന മുഴുവൻ ആളുകൾക്കും വൈലുണ്ട്. നാവിന്റെ ശരണ പറയുന്നു. ഈ കണ്ണും നാവൊക്കെ പരസ്പര പൂരങ്ങൾ. അപ്പൊ അത് കാരണത്താൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ നീങ്ങാൻ ആ 2 സൂറത്തുകൾ ആ സൂറത്ത് കാരണമാവുന്നതാണ്. അത് ഓതണം നമ്മൾ. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വല്ല കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോയാൽ ചെറിയ കുട്ടികളുണ്ടാവും. അത് ചിലപ്പോൾ വല്ലാതെ സംസാരിക്കും ചില കുട്ടികൾ. അപ്പൊ ആ കുട്ടിന്റെ കളി, ആ കുട്ടിന്റെ വർത്തന, ആ കുട്ടിന്റെ ചിരിയൊക്കെ കണ്ടാൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്താലേ, അത്രേ ഉള്ളൂ. ആ എന്താലേ നമുക്ക് പണിയാവും.
അതുകൊണ്ട് അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നാൽ ഉടനെ തന്നെ വൈരുല്യക്കുള്ളി സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്താൽ മതി, കുട്ടിക്ക് ഊതി കൊടുത്താൽ മതി. ആ പ്രശ്നമാണ് ഈ തീരും. ചിലപ്പോൾ ബിരിയാണി ഓവറായിട്ട് കുട്ടി വല്ലാതെ കാര്യം, ഇത് പള്ളൻ്റെ ഉള്ളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ. അതിന് വൈരുല്യക്കുല്ലി കൊണ്ട് എന്ത് ചെയ്യൂല, തീരൂല. അതാണ് പോണം. കണ്ണേറ് തട്ടിയതാണെങ്കിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, പുല്ലാസുറബിന്നാസും പുല്ലാസുറബിൽ ഫലക്കും ആയത്തിൽ കുറിച്ചൊക്കെ അതിന് മരുന്നാണ്, അത്തരം കാര്യങ്ങൾക്ക് മരുന്നാണ്. അല്ലേ? ആർക്കും അതുകൊണ്ടായിരിക്കും ഈ കരിങ്കണ്ണ് വലിയ പ്രശ്നമായതുകൊണ്ടായിരിക്കും ഈ പണ്ടൊക്കെ വീടുണ്ടാക്കുമ്പോ ആ വീട് പണി നടക്കുമ്പോൾ അവിടെ എഴുതിയേക്കും നോക്കട കരിങ്കണ്ണ, അല്ലെങ്കിൽ അഭിപ്രായം വേണ്ട. രാവിലെ തന്നെ ഒരാൾ ചിലപ്പോൾ സ്വന്തം ഭാര്യയോട് പിണങ്ങിയിട്ട് ചൂടായി ആകെ ജഗപോകാക്കി പണിക്ക് പോയി കാണും, ദേഷ്യപ്പെട്ടു പോകാണ്. അപ്പോഴാണ് പെരപ്പണി നടക്കുന്നിടത്ത് ഇങ്ങനെ നോക്കുക. അപ്പൊ അവിടെ എന്താ എഴുതിയുണ്ട്, നോക്കട കരിങ്കണ്ണൻ. മനസ്സിൽ കേട്ട് എന്റെ വാപ്പൈകാരം കരിങ്കണ്ണൻ, ഇയാൾ ഈ ചൂടിലാണ്. ഇപ്പൊ നോക്കട കരിങ്കണ്ണ, അഭിപ്രായം വേണ്ട, ആ ബോർഡുകൾ പോയി പുതിയ ഫ്ലക്സുകളാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. കുഴപ്പമില്ല, മാഷാബിൻ തബാറക്കല്ലൊക്കെ കുഴപ്പമില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യുന്നറിയോ, പിന്നെ പെരപ്പണി നടക്കുമ്പോൾ അതവിടെ ആണിയൊക്കെ തറച്ച് ഭംഗിയാക്കി വെക്കും, പിന്നെ തേപ്പെടുക്കുമ്പോൾ വലിച്ചു കയറിയിട്ട് ഒറ്റ ഏറ. അത് ചെയ്യരുത്, മാഷാല്ലാണ്. ഓന്റെ ഏറ് കണ്ട നമ്മൾ പറഞ്ഞു മാഷാ അല്ലാഹ്. ആ ജാതി ഏറെറിയരുത്, അള്ളാന്റെ പേരല്ല അത്, ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ എഴുതിയാക്കാതിരിക്കലാണ് ഖൈർ. നമ്മൾ ചോറ് തിന്നുമ്പോൾ വിസ്മി അല്ലാറുണ്ട് എന്ന് എഴുതിയിട്ട് വിസ്മിന്റെ സ്റ്റിക്കർ പാത്രത്തും ഒട്ടിച്ചു വെക്കാറില്ല. മനസ്സിലുണ്ടായാലും മതി. തവക്കലത്തു അലല്ലാന്ന് ബസ്സുമ്മ ബോർഡ് വെക്കും. എന്നിട്ട് പിന്നെ ബസ്സിന്റെ പണി നടക്കുമ്പോൾ ആ തവക്കലത്തു അലല്ല പറിച്ചെടുത്തിട്ട് അവിടെ ചുമരുമ ചാരി വെച്ചിട്ടുണ്ടാവും. പണിക്കാരൻ ചിലപ്പോൾ അതിന്റെ അടുത്തുനിന്ന് മൂത്രമൊഴിക്കുന്നുണ്ടാവും, നിന്ന് അങ്ങനെ മൂത്രമൊഴിക്കുന്നുണ്ടാവും. അവനത്തെ തവക്കലത്തു അലല്ല. ചില ബസ്സിൽ നോക്കിയാൽ ഒരു ഭാഗത്ത് തവക്കലത്തു അലല്ല, ഒരു ഭാഗത്ത് ഈ വാഹനത്തിന്റെ ഐശ്വര്യൻ ഗുരുവായൂരപ്പൻ. അവരെ പൗതിയാണ്. അള്ളാഹുവിലേക്ക് പൗതി, ഗുരുവായൂർക്ക് പൗതി. ഞാൻ പറയുന്നത് സഹോദര, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാഷാ അള്ളക്കും തബാറക്കല്ലക്കും പ്രശ്നമില്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലം പറയണമെന്നില്ല, ഇത് പുറത്തു പോകുന്ന വിഷയമാണ്. ഞാൻ അവിടെ തല്ലുണ്ടാകണ്ട. ഒരു സ്ഥലത്ത് നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോലും ഒരു ഹലാക്കിന്റെ വീട് കണ്ടു. ആ വീടും കണ്ട് വലിയൊരു ഫ്ലക്സ്, സമ്മേളനത്തിനൊക്കെ ബോർഡ് വെക്കുന്നത് പോലെ. വീട് അതിന് മാത്രം വലിപ്പുണ്ട്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. നല്ല പച്ച നിറത്തിലെ ഫ്ലക്സ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പച്ച, പിന്നെ മഞ്ഞ കളറിൽ. മാഷാ അല്ലാഹ്, ആർക്കും കാണാം. ഞാൻ സംഘാടകരോട് ചോദിച്ചു, വമ്പം വീടാണല്ലോ. അപ്പോ എന്നോട് സംഘാടകർ പറഞ്ഞു, വട്ടിക്കാരനാണ്, വട്ടിപ്പലിശന്റെ ആളാണെന്ന് പറഞ്ഞു. വലിയ മാഷാ അല്ലാഹ്. ആളെ വെട്ടിക്കൊല്ലുന്ന വണ്ടിന്റെ ബാക്കിൽ മാഷാ അല്ലാഹ് അല്ലേ? വെട്ടിക്കൊല്ലാൻ ഇന്നോവ മാത്രമേ പറ്റുള്ളൂ പോകുമ്പോ എന്നുള്ളടത്ത് എത്തിപ്പോ കാര്യങ്ങൾ. എന്താ ചെയ്യാ? മനുഷ്യന്റെ ജീവന് നമ്മുടെ കേരളത്തിൽ ഒരു വിലയില്ല. ഈ വെട്ടുന്നവൻ ചിന്തിക്കുന്നില്ല എന്നെങ്കിൽ എന്തൊരു കഷ്ടല്ലേ. നാൽക്കാലികൾ തമ്മിലുള്ള ദയ പോലും മനുഷ്യന്മാര് പരസ്പരം കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ അടയാളമാണ് സാംസ്കാരിക കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിക്ഷ വേണ്ടതുപോലെ തെറ്റ് ചെയ്യുന്നവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മഹാക്രൂരതകൾ നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്നവർ പോലും നല്ല ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. എന്തായിരുന്നാലും സഹോദര, ഈ കരിങ്കണ്ണും കണ്ണേറും ഒക്കെ യാഥാർത്ഥ്യമാണ് എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ ദുആ ചെയ്യാൻ പറഞ്ഞതൊക്കെ നമ്മളും ദുആ ചെയ്യാം. അഊദു ബികലിമാതില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് ആർക്കുണ്ടാവും? ചെറിയ കുട്ടികൾക്കൊന്നും മാത്രമല്ല, മുതിർന്ന ആളുകൾക്കുണ്ടാവും. ഇപ്പൊ ചില സദസ്സുകളിൽ പ്രസംഗം തുടങ്ങുമ്പോൾ നല്ല റാഹത്തായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒഴുക്കൊക്കെ നഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും ഒരു മണിക്കൂർ ആയെങ്കിലും ഒന്ന് ദ്വാരക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അന്നേരം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല. എന്നാൽ ഇത് എനിക്ക് പരിപൂർണമായിട്ട് ഇത് ഉറപ്പ് വന്നൊരു സംഗതിയുണ്ട്. മരിച്ചുപോയ ഒരാൾ, അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് പറഞ്ഞ കൃത്യമായിട്ട് സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട്, അതായത് നമുക്ക് അനുഭവമാണ് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്. അദ്ദേഹം വരുന്നത് കണ്ടാല് പിന്നെ മരത്തിന്റെ മോള് മരം വെട്ടാൻ കയറിയ ആളാണെങ്കിലും മുണ്ടാറെ നിൽക്കും, അയാൾ പോകോളം. എന്താ കാരണം, അയാളെ കണ്ടാല് ശ്രദ്ധിക്കട്ടോ, വെട്ടുമ്പോ ശ്രദ്ധിക്കാനാ പറയാം. നീ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, വൈകുന്നേരം ആകുമ്പോത്തിന് എവിടെങ്കിലും ഒരു കൊത്തു വെള്ളാക്കില്ല. ചുമട് തലയിൽ വെച്ച് പോകുന്ന ആളോട് നമ്മളെ അനുഭവമാണ്. പക്ഷെ ആൾ പോകുമ്പോ പറഞ്ഞു ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ചപ്പുറത്ത് പോയി ഇയാൾ കാല് വഴിക്ക് വീണു, ഊരക്ക് പ്രശ്നമായി. പൂളക്ക് മണ്ണിടുന്നത് ഇയാൾ കണ്ടാല് കുറച്ചേരം അവിടെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു നിർത്തണ്ട്.
എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ മൂപ്പർക്ക് വലിയ പൊറുതിയാടേ കാരണം. ഇനി ഒന്നെങ്കിൽ ആ പൂള കയ്പ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പെരുശായിക്ക് നമുക്ക് കിട്ടുന്ന പ്രതീക്ഷ. സത്യം വാഴക്ക് മണ്ണിടുകയാണെങ്കിൽ ഇയാൾ വരുന്നുണ്ട് അവിടുന്ന് മാറും, എവിടെങ്കിലും ഒളിച്ചു അല്ലെങ്കിൽ ഇയാൾ അഭിപ്രായം പറയും. ആളായ പിന്നെ നമുക്ക് കിട്ടൂല തന്നെ. നായക്ക് പറയാൻ വലിയ പൊറുതിയാടാണ്. ഇങ്ങനെ ചില ആളുകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ചിലർക്ക് കുറച്ച് തീവ്രത കൂടുതലുണ്ടാവും, ചിലർക്ക് പറ്റ പവർ കമ്മിയായിരിക്കും. പവർ കൂടിയത് നമ്മുടെ അടിപെട്ട നമ്മൾ കൊടുക്കും. അപ്പൊ അതിന് പ്രയാസപ്പെടേണ്ട, അതിനുള്ള മരുന്നാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞത്. ആ ആയത്തും ഷിഫായുടെ 6 ആയത്തും മൊത്തം 7 ആയത്തോതി ആ വെള്ളം കുടിച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രശ്നം തീരും. ഒരു ഡോക്ടർ, പ്രഗത്ഭനായ ഡോക്ടർ ഗുളിക എഴുതിയാല് അതನ್ನು കുടിച്ചാൽ ആ രോഗം അവിടെ നിൽക്കുന്നത് പോലെ ഇതുകൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവസാനം അല്ലാഹു പറയുന്നത് വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, അവർ പറയുന്നു ഇയാള് ഭ്രാന്തനാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും പ്രയാസപ്പെടണം. അപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വേണ്ടി പ്രവർത്തിക്കും, ചിലപ്പോൾ ഇതിനോടും താല്പര്യമില്ലാത്ത ആൾ പറയും ഓനൊക്കെ പിരാന്ത. ഇതെങ്ങാനും നമ്മൾ കേൾക്കുമ്പോഴേക്ക് നമുക്ക് ആകെ പ്രഷർ കൂടിയിട്ട് ഞാൻ അങ്ങനെ നല്ല പ്രവർത്തനം പിരാന്ത് നാമം പറഞ്ഞത് ഓനയാട്ട് പൂസെന്ന് പറയണ്ട. അള്ളാന്റെ റസൂലിനെ പറയണത് ഭ്രാന്തൻ. അതിന്റെ അപ്പുറം ഉണ്ടോ? അള്ളാഹു ഖുർആനിൽ മറ്റൊരു ആയത്ത് പറയുന്നുണ്ട്, വമാ അൻത ബിനിഅമതി റബ്ബിക ലമജ്നൂൻ. നബിയെ, താങ്കളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. എന്തെങ്കിലും പറഞ്ഞോട്ടെ, വിവരമില്ലാത്തവര് എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഒരാളിപ്പോ നമ്മളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ സത്യത്തില് ഭ്രാന്തുള്ളവർക്കും മറ്റുള്ളവർക്കും ഭ്രാന്താ തോന്നിപ്പോ അല്ലെ? കുതിരവട്ടം സന്ദർശിച്ചപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞില്ലേ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഒരു മാനസിക രോഗി പറഞ്ഞെന്താ, ഞാനിവിടെ വന്നപ്പോ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാ. ചെറിയ കൊള്ളുന്നു സഹോദര, ഭ്രാന്തുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ഭ്രാന്തുണ്ടെന്ന് തോന്നിപ്പോവും. അങ്ങനെ തോന്നിപ്പോവും. അതിൽ പ്രശ്നമില്ല. അള്ളാന്റെ തിരുദൂതര ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ കളിയാക്കിയെങ്കിൽ ഇനിങ്ങളെയും കളിയാക്കി എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? അമ്മായി എന്ന് വിളിച്ച് കളിയാക്കി ശംസുൽ ഉലമയെ കോഴിക്കോട് വെച്ച് പരസ്യമായിട്ട് അമ്മായി പോകുന്നത് കണ്ടോന്ന്. ആരാ ശംസുൽ ഉലമ? ആലിമുൽ ആലം, ലോക പണ്ഡിതൻ എന്ന് അറബ് ലോകം വാഴ്ത്തിയ ആളാ. അദ്ദേഹം ആ പച്ച ഷാളിങ്ങനെ ഇട്ടിട്ട് പോയപ്പോഴേ സൂഫി വര്യനായ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ശൈഖുന ശംസുൽ ഉലമയെ കളിയാക്കി അമ്മായി പോകുന്ന കണ്ടോ, തട്ടിട്ട് പോകുന്ന കണ്ടോ? ഇത് അദ്ദേഹം കേൾക്കാത്ത ഭാവം നടിച്ചു, മൈൻഡ് ചെയ്തില്ല. വിഡ്ഢികളെ തൊട്ട് പിന്ത് ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറഞ്ഞു ഇങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ശംസുലമ പറഞ്ഞു സാരല്ല, 4 ആളുകൾ നമ്മളെ കളിയാക്കാൻ, 4 ആളുകളെ നമ്മളെ കളിയാക്കാൻ പഠിച്ചെങ്കിൽ 4000 ആളുകളെ അതിന് പകരം മദ്ഹ് പറയാൻ അള്ളാഹു പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ സമാധാനിച്ചാൽ മതിയെന്ന്. ഓ, അപ്പൊ പ്രശ്നമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു പ്രശ്നമില്ല. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കരുത്. മലപ്പുറം കുന്നുമ്മല് മസ്ജിദ് നൂറിൽ നമ്മുടെ ചില കുട്ടികൾ ഇരിക്കട്ടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ ഉള്ള വലിയൊരു ബോർഡ് ഒരു കൂട്ടര് പ്രകടനം നടത്തിയിട്ട് ആ ബോർഡ് എടുത്തിട്ട് അവിടെ നിലത്തിട്ട് അതിങ്ങനെ ചവിട്ടിയിട്ട് തങ്ങളെ ആ ഫോട്ടോയിലേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് അതിന്റെ മേലെ നിർത്തേണ്ടി വരും. അപ്പൊ മസ്ജിദ് നൂറിലുള്ള ഇത് കണ്ട് മഹാനായ തങ്ങളെ അതിയായി സ്നേഹിക്കുന്ന ചിലരുടെ മനസ്സ് പൊട്ടി. ഇവർ നേരെ പാണക്കാട്ട് പോയി. തങ്ങളോട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഈ കാര്യം നേരെ പറഞ്ഞു. ഇങ്ങനെ ചെയ്തു. തങ്ങൾ പറഞ്ഞു ആ നിങ്ങൾ വിഷയാക്കണം, നിങ്ങൾ വേറെ ഓർമ്മ വെച്ചറിയാം. ഒരു സമാധാനിച്ചു പോയി. എന്നെങ്ങാനും തങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി ഇവരെ ഏറ്റെടുക്കും. അത്ര മതി. അതാണ് സഹിഷ്ണുത. അള്ളാന്റെ തിരുദൂതര സഹോദരൻ, അള്ളാന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതര ഭ്രാന്തൻ എന്ന് പറഞ്ഞൊരു കൂട്ടര് കളിയാക്കിയെങ്കിൽ എന്റെ അപ്പുറത്തൊരാളില്ലല്ലോ. ലോകത്തെ എല്ലാം നൽകും പെർഫെക്റ്റ് ആയ ഒരേ ഒരു വ്യക്തിത്വം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാന്റെ തിരുദൂതരുടെ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ മതി. നബിയെ പറ്റി പറയാണ് ഇയാൾ ഭ്രാന്തനാണ്. അള്ളാഹു അതിനൊക്കെ നല്ല മറുപടി കൊടുത്തു. ഒരാൾ പറഞ്ഞു മുഹമ്മദ് കഴിച്ച ആളാണ്. അള്ളാഹു പറഞ്ഞെന്താ? നക്ഷത്രത്തെ തന്നെ സത്യമെന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് നബി ഒരിക്കലും പഴച്ചിട്ടില്ല. അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. റസൂല് നല്ലോണം സമാധാനിച്ചു.
അവസാനം അള്ളാഹു പറയുന്നത് ഖുർആന്റെ വചനങ്ങൾ നബി ഓതി എന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ ഇവർ കളിയാക്കിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, അവസാനം പറയുന്നത്, വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകർക്ക് ഒരു ഉത്ബോധനമാണ്, ലോക ജനതയ്ക്ക് ഇതൊരു ഉത്ബോധനം. അതുകൊണ്ടാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് ലോക ജനതയ്ക്ക് ഒരു ഉത്ബോധനമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അത് ഏത് കാലത്തും, എല്ലാ കാലത്തും. ഇത് 2016, 3016 ചിന്തിച്ചോ. അന്നുള്ള ആളുകൾ ഖിയാമത്ത് വന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ആളുകൾക്ക് തോന്നിപ്പോവും വിശുദ്ധ ഖുർആൻ അന്നുള്ള ആളുകളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അന്ന് ഒരു പലതും ഇതിൽ നിന്ന് കണ്ടുപിടിക്കും, ഇന്ന് പലതും കണ്ടുപിടിച്ചു. എല്ലാം ഖുർആനിലുണ്ട്. ഇത് ലോക ജനതക്കൊരു ഉത്ബോധനം. ഇത് തൗറാത്ത് പോലെയല്ല, ഇഞ്ചീൽ പോലെയല്ല. അതൊക്കെ ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് മാത്രമായിരുന്നു. ഇതങ്ങനല്ല. അന്ത്യപ്രവാചകൻ ലോകത്തേക്ക് മുഴുവനായതുപോലെ ആ പ്രവാചകൻ മുഖേന ലഭിച്ച ഖുർആൻ അത് ലോകത്തിന് മുഴുവനായിട്ട് സകലകാലത്തേക്കും. അത് ഒരു അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പരന്നു കിടക്കുന്ന 6000-ലധികം വചനങ്ങൾ, 77,000-ലധികം വാക്കുകൾ, 114 സൂറത്തുകളിൽ 3 ലക്ഷത്തിലധികം അക്ഷരങ്ങൾ വരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇന്ന് ഒരു വലിയ ദൃഷ്ടാന്തമായി, വലിയൊരു അത്ഭുതമായി, ഒരു മാറ്റത്തിരുത്തലും നടക്കാതെ അതേപോലെ നിലകൊള്ളുന്നു. വേറെ എന്തൊക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം? ഈ വിഷയത്തിൽ ആർക്കാ തർക്കമുള്ളത്? ഇത് അല്ലാഹു തആല അന്ന് ഇറക്കി തന്ന അതേ രൂപത്തിൽ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞുപോയി, കാലം എത്ര മാറി. എല്ലായിടത്തും ഒരുപോലെ, എല്ലായിടത്തും ഒരുപോലെ. സൗദി അറേബ്യയിൽ ചെന്നാൽ സഹോദര ഹറമിൽ കാണുന്ന അതേ രൂപത്തിൽ, ഇന്തോനേഷ്യയിൽ ചെന്നാൽ കാണും, ലണ്ടനിൽ ചെന്നാൽ കാണും, ഇവിടെ ഇന്ത്യയിൽ വന്നാൽ കാണും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മുസാഫൊക്കെ ഒരുപോലെ, ഖുർആനൊക്കെ ഒരുപോലെ. പേപ്പറിന് വ്യത്യാസം ഉണ്ടാവും. തിരുങ്ങാടി നച്ചടിക്കുന്നത് പോലെ ആവില്ല മദീന പ്രസ് നച്ചടിക്കുന്നത്. അത്രേ ഉള്ളൂ. സംഗതി എല്ലാം ഒന്നുപോലെ. ഈ ഒരു ഏകീകരണം വേറെ ഏത് ഗ്രന്ഥത്തിനുള്ളത്? വെറുതെ അവകാശവാദമല്ലത്, സത്യസന്ധമായ അവകാശവാദമാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ലോക ജനതക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ്, ലോക ജനതക്കൊരു ഉത്ബോധനാണ്. അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചവർ ഈ ഖുർആൻ വഴി ഇങ്ങോട്ട് വരും. ഖുർആനിലെ അത്ഭുതങ്ങൾ കണ്ടും ഖുർആന്റെ ആ മാസ്മരികത, ആ ഖുർആൻ അതിന്റെ യഥാർത്ഥ പാരായണ രീതി കേട്ടാൽ തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിന്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയാണ് ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ മുൽക്ക്. എല്ലാവർക്കും അറിയാലോ തബാറക സൂറത്ത്. വളരെ മഹത്വം നിറഞ്ഞ സൂറത്താണ് തബാറക സൂറത്ത്. ആ തബാറക സൂറത്തിന്റെ വ്യാഖ്യാനം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ, വളരെ മഹത്വമുള്ള സൂറത്താണ്, ഒരിക്കലും ക്ലാസ് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് തബാറക സൂറത്ത് അടുത്ത ക്ലാസ്സിൽ തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. മരിച്ചുപോയ പിതാവിന്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാനും ഇന്നത്തെ ഖുർആൻ ക്ലാസ്സിലേക്ക് ചായി കടിയൊരു സഹോദരൻ ചെലവ് ചെയ്തിട്ടുള്ളത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് ഇന്ന് മജ്ലിസുൻ നൂറും ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കും. ബഹുമാനപ്പെട്ട അയ്യൂബ് സഖാഫി നേതൃത്വം നൽകും. അതിൽ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. أستغفر الله العظيم، 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 أستغفر الله العظيم،
അസ്തഗ്ഫിറുല്ലാഹൽ അലീം. اللهم صل على محمد والآل كلهم وسلم. 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 ചായ കൊടുത്തത് മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ദ്വാരക്കാനാണ്. നമുക്കൊരു ഫാത്തിഹ ഓതി ദ്വാരക്കാം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാ ചെയ്യാം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا മൗലാന മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാനിന്റെ പ്രകാശം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഹിദായത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട്